السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. فصبر جميل والله المستعان على ما تصفون. وقال أيضا قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. أعوذ بالله من الشيطان الرجيم. فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم. സഹോദര സഹോദരന്മാരെ, ഇന്ന് ഇൻഷാല്ലാ റബ്ബിന്റെ തൗഫീഖോട് കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ಪ್ರತಿ ಘಟ್ಟത്തിലും പ്രാക്ടിക്കലായിട്ട് വ്യക്തിപരമായിട്ടും സാമാജികപരമായിട്ടും കുടുംബത്തിലും സംബന്ധത്തിലും എല്ലാ രീതിയിലും ഒന്നല്ല ഒരു രീതിയിൽ പ്രതി ക്ഷണത്തിൽ ഞങ്ങളുടെ ജീവനത്തിൽ സംബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ಐತಿ. ಇದರ ಪ್ರಾಮುಖ್ಯತೆ ഇതിലമേ നിങ്ങൾ മനസ്സിലാക്കും. ಪ್ರತಿ ಘಟ್ಟത്തിൽ ಅದೇದೈತಿ ಇಂಟದ ಸಬ್ಜೆಕ್ಟ್ ಸಬರ್ ಸ್ವ ಬ ರ മൂന്നേ ശബ്ദം. ഏതുപോലെ ശുക്രു 3 ലെറ്റർ, സബറു 3 ലെറ്റർ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചിലർ ഈമാൻ 2 ಭಾಗ. ಎತ್ತರ ಭಾಗ? 2 ಭಾಗ. ಒಂದು ಶುಕ್ರು ಉಂಟಾಗಿಲ್ಲ, ಇನ್ನೊಂದು ಸಬರ್ ಐತಿ. ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಒಂದು ಪ್ರತಿ ಘಟ್ಟದಲ್ಲೂ ಅಲ್ಲಾಹ್ಕು ಶುಕ್ರು, രണ്ടാമത്തേത് പ്രതി ഘട്ടത്തിലും സബർ. ഈ 2 വിഷയം ಬಿಟ್ಟು ഞങ്ങളുടെ ജീവന ഇല്ല. ഒരു മുസ്ലിമു ഒരു മുഅ്മിനെ ചൊന്തു അവന് ചെല്ലപ്പെടുറാണ്ടായെങ്കിൽ ಅವನು ತಂದೆ ತಾನು അങ്ങനെ ಗುರುತಿಸಲ್ಪಡನುಂಟಾണ് ഉദ്ദേശിക്കുറാണ്ടായെങ്കിൽ ಅವನ ಜೀವನದ ಪ್ರತಿ ಘಟ್ಟത്തിൽ ಈ 2 ವಿಷಯ ಖಂಡಿತമായിട്ടും ಅಗತ್ಯ ಐತಿ. ഇതില് സബർ ചൊല്றது ശുക്ര വിഷയം ഞങ്ങൾ ഇത് മുന്നോട്ട് പഠിച്ചിരാ, മനസ്സിലാക്കിരാ, ഒരു ക്ലാസ് കേട്ടു. സബർ വിഷയത്തിൽ ഇസ്ലാമിലു ಅತ್ಯಂತ ಶ್ರೇಷ್ಠ ಮೌಲ್ಯ ವ್ಯಾಲ್ಯೂ ಬೆಲೆ ಉಳ್ಳದಾಯ ഒരു ಬಸ್ತ ಐತಿ. അത് വ്യക്തിപരമാവട്ടു, കുടുംബപരമാവട്ടു, സമാജത്തിലാവട്ടു, സൊസൈറ്റിലാവട്ടു. ഈ 3 ജാഗലും ഇത് ഇല്ലേണ്ടായെങ്കിൽ പിന്നെ അവൻ്റെ ഈമാന് ഒരു അർത്ഥമില്ല. അവന് മുസ്ലിമും ചെല്ലപ്പെടുന്നതിൽ ഒരർത്ഥമില്ല. ಬೇರೆ ಉದ್ದೇಶത്തിലല്ല ಸಬರ್ ಕೈಗೊಳ್ಳರಂಗೆ ಉಳ್ಳಾರು, ಅದು ಬೇರೆ. ಮಜ್ಬೂರು ಪಡಿಬಾಟ್ರೆ ನಕ್ಕೂ ಪೈಸೆ ಬರ್ತು, ಅಲ್ಲ ನಾನು ಮುದಿಯರೈತೆ ಕಾಟ್ರ ನೀ ಕಪ್ಪ ಕಾಟ್ರ, ಅದು ಸಬರ್ ಅಲ್ಲ, ಅದು ಮಜ್ಬೂರು ಸಬರು. ಸಬರು ಸಬರೇನೆ ಮಾತ್ರ. ಆ ಸಬರುಗಲ್ಲ ಬೆಲೆಲೂಡ ಇಸ್ಲಾಮ್ ಚೊಲ್ರ ಸಬರ್ ಅದಲ್ಲ. ഏത് ഘട്ടത്തിലും നബിമാരെ ജീവൻ എടുത്തെങ്കിലും സ്വഹാബാക്കന്മാരെ ജീവൻ എടുത്തെങ്കിലും ഏത് ഘട്ടത്തിലും സബർ ചൊല്றது நாங்க கைகொள்றது. ಕಡ್ಡಾಯ ತಿಕ್ಕರು ಮಾತಾರಲ್ಲ,
അത് ഞങ്ങളെ അത്യന്ത ബല ഉള്ളതായ മൗല്യ ഉള്ളതായ വാല്യൂ ഉള്ളതായ ഒരു വിഷയത്തേക്കിട്ട് നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ചെല്ലുന്നത്. ഈ വിഷയത്തിൽ പിന്നെ ഇതിൽ ഈ സബർ കൊണ്ടുത്തു അവൻ്റെ വിശ്വാസത്തെ അളത്തെ അവനിക്ക് എത്ര ഈമാനുണ്ട് അത് പിടിയാവും. രണ്ടാമത്തെ അവനിക്ക് എത്ര ദൃഢത്തെ ഉണ്ട്, എത്ര ദൃഢമില്ല, എത്ര സ്ട്രോങ് ഉള്ള. എങ്ങനെ ജിമ്മു പോയിത്തല്ല, പിന്നെ കൽബ് കൊണ്ട് മനസ്സുകൊണ്ട് ഈമാന് കൊണ്ട് എത്ര സ്ട്രോങ് ഉള്ള. മൂന്നാമത്തേത് റൂഹാനി പരമൈത്ത് ദീന് ഈമാന് കൊണ്ടുത്തു. അപ്പൊ മാനസിക പരമൈത്തും അവന്റെ ദൃഢത്തെ കൊണ്ടുത്തും അവന്റെ ഈമാന് കൊണ്ടുത്ത് വിശ്വാസ കൊണ്ടുത്തും ഇത് അൽക്കരുതായ ഒരു വിഷയത്തിക്ക് സബുർ ചൊല്ലുന്നത്. സബുറു അൽക്കൊള്ളതായ ഒരു വിഷയത്തിക്ക് അവൻ എത്ര ആൾ ചൊല്ലില്ല. എന്താ സബുറില്ല പോയാ തുല്യ പോയാ ജീമെടുത്ത എന്തേ സബുറില്ലേ, തടയുകാവില്ലേ, ദൃഢത്തെ ഇല്ലേ. അത് കുഫാര വിഷയം. ചിലപ്പോ ഈമാനില്ലാത്ത മുസ്ലിം അങ്ങനെ ആക്കുമ്പയ്യ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് ഉദാഹരണം ചൊല്ലുന്നത്. ഈ വിഷയത്തില് ഖുർആനില് കുറേ മോത്തു സബുർ അപ്പല്ലാഹു ഉദാഹരണത്തുണ്ട്. സബുർ എടുക്കും ഹുക്കുമുണ്ട്. എങ്ങനെ അതേപോലെ ഇത് ഞങ്ങളെ സബുർ ചൊല്ലത് ഇസ്ലാമിക്കായിട്ടുള്ള ഒരു ജീവന മുസ്ലിമായിട്ട് ചെയ്യിക്കുമ്പോഴത്തേക്കും കുറേ വിഷയത്തെ ചില പോയിന്റ് ചില കേന്ദ്ര ബിന്ദുണ്ട്. ഈമാന്, ഇസ്ലാമു, ശുക്രു, അമല്, കുറേ അമലുണ്ട്, കുറേ വിഷയമുണ്ട്. അതിൽ ഒന്നൈത്തിക്ക് സബുർ ചൊല്ലത് ഒരു കേന്ദ്ര ബിന്ദു ചൊല്ല, ഒന്നല്ല കുറേ പോയിന്റ് ഉണ്ട്. അതിൽ സബുറു ഒരു ഇമ്പോർട്ടൻ്റ് പ്രാമുഖ്യമായ ഒരു കേന്ദ്ര ബിന്ദു ഐത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ആ സബുറ് മാത്രം ഇല്ലണ്ടായെങ്കിൽ അവൻ്റെ അസ്തിത്വത്തെ ഉദ്ദേശ അവൻ്റെ എന്തൊക്കെ അല്ലാ ഉണ്ടാക്കിയത്, അവൻ എന്തൊക്കെ ചെയ്യിക്കരുത്, പിന്നെ അള്ളാഹൊട്ടിಗೆ അവൻ്റെ ബന്ധം എങ്ങനെ വേണം എന്താക്കണം. അതേപോലെ തൻ്റെ സ്വന്തത്തൊട്ടിಗೆ ആൾമാരൊട്ടിಗೆ സൊസൈറ്റിയിൽ കുടുംബത്തിൽ പിന്നെ ലൈഫിൽ ജീവനത്തിൽ ഏരിളിക്ക് ആമത്തുകു എങ്ങനെ വേണു, എങ്ങനെ ചെയ്യിക്കണു, എന്താക്കണു, എങ്ങനെ ഈ വിഷയത്തിൽ വഴിവാട്ടാക്കണു, പരസ്പരം ഞങ്ങൾ ഈ വിഷയത്തിൽ ആൾമാരൊട്ടിಗೆ അല്ലെങ്കിൽ സമാജത്തൊട്ടിಗೆ കുടുംബത്തൊട്ടിಗೆ തണ്ടൊട്ടിಗೆ എങ്ങനെ ഡീലാക്കണു ചൊല്றதுக்குள்ள ഒരു മാർഗത്തിക്ക് സബുർ ചൊല്றது. അത് ഏത് ഘട്ടമാണ് നിങ്ങൾ എടുത്തു നോക്കൂ, പോയിന്റ് മനസ്സിലാക്കൂ. അപ്പൊ സബുർ ഇല്ലാത്ത ഒരു ജീവന അവന് മുസ്ലിമൈത്ത് മോമിനൈത്ത് ചെയ്യിക്കൊണ്ടുണ്ടായെങ്കിൽ ഭാര്യ കഷ്ടത്തി താನು ಸ್ವಂತ ಆರ್ಗಡಿಗೆರಾಕಿಲ್ಲ, ಸ್ವಂತ ಲಾನತ್ತಿಲ್ಲ, ಸ್ವಂತ ಪರಿರೆ ಒರ್ತಿಕ್ಕಮೋ ಮನಸ್ಸಿൽ അതിന് ഷൈത്താന് കൂടും നങ്കിയാറ്. സബറില്ലാത്ത പോലെ ആക്കരുത് ഇബ്ലീസിന്റെ ഒരു മുഖ്യ കാര്യത്തിക്ക്. ആറൊട്ടി മുണ്ടില്ലെങ്കിൽ സ്വന്തത്തൊട്ടിക്ക് അർസമുണ്ട്, ഇബാദത്തിന് വിഷയം എടുക്കും അർസമുണ്ട്, ഒരു അമലാക്കും അർസമുണ്ട്, ചലികെഞ്ചത് ഒലുവാക്കും അർസമുണ്ട്. അങ്ങനെ കുറേ സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ സബർ കൊണ്ട് പരീക്ഷക്കൽപ്പെടുക. ഇത് ഭാരി ഒരു ಇಂಪಾರ್ಟೆಂಟ್ ಪಾಯಿಂಟ್ ಐತಿ ಚೊಲ್றது ನಾನು. ഇതിൽ സബറുകു ಅರ್ಥ കൊടുക്കുറവിടെ താഴ്മ സംയമ ಇದೈತಿക്ക് സാധാരണ അർത്ഥ. അതിൽ യുഖാലു സബറ നഫ്സു ഐ ഹബസഹ ಅವನು ತಂದೆ ತಾನು ಕಂಟ್ರೋಲ್ ಹಾಕ್ಯ, ಅವನು ನಿಯಂತ್ರಿಸ, ಅವನು ಸಂಯಮ ಕೈಗೊಂಡ, ಇಲ್ಲಂటే എന്തെല്ലാം ಐತಿ തീരാത്തവിടെ അതൈത്തിക്ക് സബർ. ആ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിൽ സബർ കൈകൊള്ളണ ആ ഘട്ടത്തിൽ എന്താക്ക, അല്ലാണ്ട് അവിടെ മാത്രം കൺട്രോൾ തപ്പിപ്പോയെങ്കിൽ എന്തെല്ലാം അവരുടെ സാധ്യത ഉണ്ട്. ഇന്ന് ലോകത്തിൽ മർഡർ ആവരെ, അടിയാവരെ, കത്തുപാട്ടരെ, തീ കൊടുക്കുറെ, ആക്സിഡന്റ് ആവരെ, എത്രയേ മോത്തൊരു കാരണം എന്തിന് സബറില്ല, സംയമില്ല. ഒരു സൈഡിൽ സംയമില്ല, അറ്റ്ലീസ്റ്റ് രണ്ടാളും സംയമ കൈകൊള്ളണം. മാത്രം എപ്പ വിശേഷമായിട്ട് കൈകൊള്ളണം, ഒർത്ത അറ്റാക്ക് ആക്കുമത്തുകു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ അങ്ങ പറഞ്ഞോണ്ടിരുന്നാർ, എന്തെല്ലാം ബെടക്ക് ചെന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെച്ചിട്ട് നോക്കിയോണ്ടിരുന്നു. തിരിച്ചിട്ട് കുറേ നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജവാബ് കൊടുത്തു.
ಅಪ್ಪ ನಬಿ ಸಲಾಸ ಎಂಚಿತು ಪೋಯಿತ್ತು ಎಂದ ಯಾ ರಸೂಲಲ್ಲಾ ನೀನು ಮುಂಡಾತವಡ್ತೋಲು ಕಾಲ മലായിക്കമാർ റഹ്മത്തിന് മലായിക്കമാരോട് ഇന്നാറ് നീന് തിരിച്ചു കൊടുത്തു താമത്തുകു ആ മലായിക്കമാരോട് ഇഞ്ചി പോയാർ അല്ലാഹു അക്ബർ പോയിന്റ് മനസ്സിലാക്കും അല്ലാണ്ട് താഴ്മ സംയമ സബുറ് ചൊല്ലുന്നത് നിങ്ങളെ കംസോറല്ല ചില ആൾമാർക്ക് ഞാൻ അത്ര വീക്കെന്തേ നാനെന്തർ അല്ല അത് ഇബ്ലീസ് എത്തിക്ക് നിങ്ങൾക്ക് കുത്തിത്താൻ അതേ സമയത്തിൽ സബുറ് കൈകളുടെ ചൊല്ലുறதுக்கு എന്തിനല്ല ഡിഫെൻസ് ഞങ്ങളെ ഒരവത്തു കല്ലന്നുണ്ട ഒരുത്തെന്ത ദ്രോഹ എന്തേ ഒരു അറ്റാക്ക് ആക്കി ಅದರ ತಡೆಯறதுக்கு ಅದು ಎದುರಲ್ಲ ಅದು ಸಬರಲ್ಲ ನಾ ಸಬರ್ എടുക്കരെ അവൻ വന്ന് ലൂട്ടി പോണ്ട അവനെന്തോ ആക്കറ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ തന്റെ താന് ഡിഫെൻസ് ആക്കിയിട്ട് തന്റെ താന് കുടുംബത്തെ അവനെന്താക്കിയ ബച്ചവാക്കി കോശാക്കിയിട്ട് അതിൽ മാത്രം അവന് മൗത്തായെങ്കിൽ അവന് എന്തൊരു കൂലില്ലേ ഷഹാദത്ത് എത്തിക്കര് അത് വേറെ അല്ലാണ്ട് സബുറ് ചൊല്ലത് ഏത് സന്ദർഭത്തിൽ ഞങ്ങൾ സബുറ് കൈകൊള്ളണ ആ സന്ദർഭത്തിൽ സബുറ് എടുത്ത് ജീവന ഇടി ഞങ്ങളെ ദാവത്തിലെ വിഷയാവട്ടു കുടുംബത്തിൽ പെഞ്ഞമാപ്പുള്ള വിഷയാവട്ടു കുടുംബത്തിൽ അബ്ബുമ്മ സംബന്ധത്തക എന്തെല്ലാം എത്രേ നിങ്ങൾ ഹെൽപ്പ് ആക്കರು പിന്നൊന്തൂറ് പിന്നും പെരോളി എന്നര് പിന്നോ ലാണത്ത് പിന്നാതി പിന്നെ ഞങ്ങൾക്കെല്ല വിഷയം കിട്ടും അപ്പം എന്താക്കൊണ്ടങ്ങ ആ ഇന്ത്യയിൽ പിന്നെ പോ ബന്ദ് അല്ല ഞങ്ങൾ സബുറ് എടുക്കുന്നു ആണെന്താവട്ടെ വിഷയം കിട്ടി ഞങ്ങളോട് പൽക്കവരും നേരത്തെ കിട്ടിയെങ്കിൽ ഒരു ഉദാഹരണം ചൊല്ലാം അങ്ങനെ കുറേ സന്ദർഭത്തിൽ ഞങ്ങൾ സബുറ് എടുക്കേണ്ടത് പിന്നെ മസ്റ്റ് ഐത്തിക്കറ് ചൊല്ലുന്നതാണ് അതേപോലെ പിന്നെ ഉദാഹരണ കൂടെ യുഖാലു സബറ നഫ്സ ഐ ഹബസ പിന്നെ ഹാദാ യദുല്ലു അല അന്ന സബ്ര കബ്ഹുൻ ലിനഫ്സി മാ തഹമ്മുലി മുശഖത്തിൻ തഊദി അല റഫ യാനി അവನು അത്യുന്നതനാവുന്നുണ്ടായി ഒരു മനുഷ്യ അവന്റെ ഗുണ അവന്റെ അഖ്ലാഖ് കൊണ്ടിത്തു അവന്റെ സ്വഭാവം കൊണ്ടിത്തു ಅವನು ಅತ್ಯುನ್ನತನಾವನುಂಟಾಗಿಲ್ಲ ಅವನು ಎಂದಾಕನು ಅವನು ಸಬರು ಕೈಗೊಳ್ಳಲು ಭಾರಿ ಇಂಪಾರ್ಟೆಂಟ್ ಐತಿ ಅಂತ ಮನಸ್ಸಿಲಾವ್ರು ನಂಗೆ ഇതിൽ الصبر هو حبس النفس على الجزع واللسان عن الشكوى والجوارح عن المعصية സബർ ചെന്നെങ്കിൽ പിന്നെ ഹതാശ ആവുന്ന ഡെസ്പറേറ്റ് ഹതാശ ആവുന്ന നേരത്ത് അവനവൻ്റെ കൺട്രോൾ ആക്കുക ഹതാശ ഡെസ്പറേറ്റ് ആവും എന്തു ಬೇರೆ തെറിയില്ല ആ ടൈമിൽ തൻ്റെ താന് തടയിരേ അവൻ ചൊല്ലുന്ന മജ്ബൂറായിട്ട് ഭാവം ಇಲ್ಲ ಚಲ ಚೊಲ್ಲ ನಾನು ಆ ಮೂಮೆಂಟ್ಲ ಕಂಟ್ರೋಲ್ ಹಾಕಿ ಇಲ್ಲಿ ಎಂದೆಲ್ಲ ತೀರಾತ ಅದೇ ತಿಕ್ಕರು ಸಬು ಓಕೆ പിന്നൊന്നു ബാക്കി ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് ആക്കുക ഞങ്ങൾക്ക് കഷ്ടമുണ്ട് ഞങ്ങൾക്ക് എന്താവട്ടു ഒരു അങ്ങനത്തെ ഒരു സന്ദർഭം വന്നു പോയി തള്ള കാത്ത് രക്ഷിക്കണം ഉള്ളങ്ങലൊട്ടിಗೆಲ್ಲ ಕಂಪ್ಲೇಂಟ್ ಇಲ್ಲ ಅದು ಸಬರಲ್ಲ ആരൊട്ടിയും കംപ്ലൈൻറ്റ് ആക്കണം എന്തേ റബ്ബുറ ഖദ്റൈത്തിക്കറ സംഭവിച്ചു അതിനർത്ഥ ആക്സിഡൻ്റായി പോലീസിൽ വിളിക്കണ്ടല്ലേ ചൊല്ലുന്നത് ചില ആൾമാർ എന്താവട്ട് സംഭവിച്ചെങ്കിൽ ഒരു സീക്ക എന്താവട്ട് സംഭവിച്ചെങ്കിൽ ഉള്ളങ്ക ബന്ധങ്ങളൊട്ടിಗೆಲ್ಲ ಕಂಪ್ಲೇಂಟ್ ഇങ്ങനെ ಐತಿ അങ്ങനെ ಐತಿ ಅದೈತಿ ಇದು ಜೀವನത്തെ ಕಷ್ಟಮೇ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ಎಂದು ഇത് സബുറ് ರೀತಿ ಅಲ್ಲ സബുറുക്ക് വിരുദ്ധമായതൈത്തിക്കര് അതേപോലെ ബാക്കി നിങ്ങളുടെ വിഷയത്തിൽ ദൂരെ അതും സബുറല്ല പിന്നെ അവൻ്റെ അംഗാംഗ അവൻ്റെ തടിയെ അവന് സംരക്ഷിക്കില്ല സബുറെടുക്കില്ല ചില സന്ദർഭത്തിൽ അവനക്ക് നോക്കി പോണ്ടു അവൻ്റെ കണ്ടു പോണ്ടു അവനക്ക് എന്തെങ്കിലും ആക്കി പോണ്ടു അവൻ്റെ പൈസയിൽ അവನು കക്കോണാവರು കുറേ നമത്തെ രീതിയിൽ എന്തെല്ലാം ആക്കോണാവರು ആ സന്ദർഭത്തിൽ എല്ലാം അള്ളാഹുരെ ധിക്കരിക്കിற തൊട്ടു അവനെന്താക്കരെ അവൻ്റെ തടയിരേ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത സ്വരം അവನು ആക്കല അത് ചെറിയ വിഷയമേ ആവണമെങ്കിൽ ഇപ്പം ഒർത്തതിച്ച് നോക്കിയെങ്കിൽ മൊബൈലിൽ നോക്കുന്ന വിഷയ നങ്ങ ബാക്കി നിങ്ങൾ എതിർന്നങ്ങ നോക്കലേ അപ്പൊ എവിടെ സബറില്ല ഞങ്ങൾക്ക് അള്ളാഹുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പേടില്ല ആ മൊമെന്റിൽ ഞങ്ങൾക്ക് സബറും ഇല്ല കണ്ട് ഞങ്ങൾ നോക്കി പോകണം അതേസമയത്ത് ആൾമാരെതിൽ ഞങ്ങൾ നോക്കോ തീരാത്ത പോലത്തെ ഞങ്ങൾ അതല്ലാത്തപ്പം ഞങ്ങൾ നോക്കൂ അത് സബുറല്ല അതേ തിക്കറ് സംയമത്തുള്ള ഒരു ഉദാഹരണം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു الصبر وثبات القلب عند موارد الالتراب പരീക്ഷ ക്ലേശ കഷ്ട ദുഃഖ ഈ സന്ദർഭത്തിൽ ഹൃദയത്തെ ദൃഢാക്കൽ ഏതുകൊണ്ടെത്തു താഴ്മ കൊണ്ടെത്തു സബർ കൊണ്ടു ഹൃദയ
ഞങ്ങളെ ഗട്ടിയാക്കൽ. പിന്നെ ഹുക്കുമു സബറു അക്സാമു, സബുറിന്റെ ഹുക്കും എന്തൊരു ഇസ്ലാമുള്ളൂ, ಅದರ ಹುಕುಮ್ ಎಂದರೆ ಸುನ್ನತ್ತುಂಟ ಆಕಿ ಅವು ಇಲ್ಲೇ ಬೇಡ ಅಂತ ಅಲ್ಲ. ಪಿನ್ನೆ ಇಜ್ಮಾ ಐತಿ, ಎಲ್ಲಾರ ಏಕಗಂಡ ಅಭಿಪ್ರಾಯ ತಿಕ್ಕರು ಅದು ಮಸ್ಟ್ ಐತಿಕ್ಕರು, ಕಡ್ಡಾಯ ಐತಿಕ್ಕರು. ಸಬರು ಕಡ್ಡಾಯ ಐತಿಕ್ಕರು ನಂಗಲ್ಲ ಜೀವನ. ಅಸಬರು ವಾಜಿಬುನ್ ಬಿಜ್ಮಾಇ ಉಮ್ಮ ಅಲಾ ಮಾ ಫರದಲ್ಲಾಹ್ ವಹುವ ನಿಸ್ಫುಲ್ ಈಮಾನಿ ಫಲ್ ಈಮಾನು ನಿಸ್ಫು ಸಬರುನ್ ವ ನಿಸ್ಫು ಶುಕ್ರು. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അസ്സബ്ർ വാജിബ് തിക്റ് ഏകകണ്ഠമായ അഭിപ്രായം, എല്ലാവരും ഒരേ അഭിപ്രായം. എന്തുകൊണ്ടു? അള്ളാഹു അതിനെ ഫർദാക്കിര. എത്രേ മോത്ത് ഖുർആൻ ഇസ്ബറു ഇസ്ബറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, എത്രേ മോത്ത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്കുമന ഓതി വെച്ച ആയത്ത്, നബിയെ ഏതുപോലെ ഉലുൽ അസ്മ അംബിയാ മുർസലിങ്ങൾ പെട്ടത് 5 എണ്ണപ്പെട്ട ഉലുൽ അസ്മുള്ള ആരല്ലത്? ഒന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടാമത്തത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂന്നാമത്തത് മൂസ, നാലാമത്തത് ഈസ, അഞ്ചാമത്തത് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ഉലുൽ അസ്മുമാർ നിങ്ങളെ പിന്നെ സബർ എടുത്തറാറാ. അതുപോലെ നിങ്ങളെ സമുദായത്തെ വിഷയത്തിൽ, നിങ്ങളെ എതിർക്കുന്ന വിഷയത്തിൽ, ഏത് വിഷയത്തിലും നിങ്ങൾ സബർ എടുക്കുന്നുണ്ട്. എന്താക്കിര അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്കുമ കൊടുത്തറ മാത്രല്ല, എത്ര മോത്ത് മോമിനിക്ക് അള്ളാഹു ഹുക്കുമ കൊടുത്തറ നിങ്ങൾ സബർ എടുക്കുന്നു. അല്ലാഹു അക്ബർ. സോ ഇതില് 3 ഇതാക്കിരാർ, എന്തിനാക്കിര 3 കിസ്മാക്കിര സബർ. 3 ರೀತಿ. ഒന്ന് അസ്സബ്ർ അലാ ത്വാഅത്തില്ല, അള്ളാഹുറെ അനുസരിക്കുന്നതിൽ ഞങ്ങൾ സബർ കാട്ടുക. ഏത് വിഷയത്തിൽ ഞങ്ങൾക്ക് സബർ വേണ്ട, ഏത് ഇബാദത്തിൽ സബർ വേണ്ട. നോമ്പ് എടുക്കൊരു, ഉളുവ എടുക്കൊരു, നിസ്കാരം എടുക്കൊരു, ഹജ്ജ് എടുക്കൊരു, ഇത് ഞങ്ങൾ അള്ളാഹു കൊണ്ട് അള്ളാഹുടെ ഹുക്കുമുള്ളത് കൊണ്ട് ഞങ്ങൾ ആക്കര അല്ലാണ്ടായെങ്കിൽ മനുഷ്യന്മാർക്ക് എത്ര കഷ്ടം ഈ ലോകത്തിൽ. അവനുക്ക് മാത്രം ഈമാൻ ഇല്ലാണ്ടായെങ്കിൽ എത്ര ആൾമാർ ഈമാൻ വീക്കായിട്ട് എന്താക്കാറ്? ബാൻ മേപ്പ നിസ്കരിക്കാറ്, വേണ്ടാത്തപ്പെടുறாரு. അത്രയും ആൾമാർ എന്തേ അത്തരമേ ഈമാനുകളെ വീക്കുണ്ട്. അപ്പൊ എത്ര ഈമാൻ സ്ട്രോങ് ആവുക അത്തരമേ അള്ളാഹുരെ അനുസരിക്കുന്നതിൽ, അള്ളാഹുരെ ഇബാദത്തിന്റെ വിഷയത്തിൽ, അത് ബായ് കൊണ്ട് താവട്ടു, കൽബ് കൊണ്ട് താവട്ടു, കൈകാൽ കൊണ്ട് താവട്ടു, എത്ര അവന്റെ ഈമാൻ സ്ട്രോങ് ആവുക അത്തരം അവന് ഇബാദത്ത് എടുക്കുക. അതിൽ പ്രതി ഒരു സന്ദർഭത്തിനും അവന് സബർ എടുക്കുക. ഹജ്ജിന്റെ ഉദാഹരണം എടുക്കും, ഉമ്രത്തെ ഉദാഹരണം എടുക്കും. ഞങ്ങൾ ഒരു ഉമ്ര ആക്കും, ഞങ്ങൾക്ക് എത്ര കഷ്ടാവും, എത്ര ബച്ചിർ ആയും, പിന്നെ ഞങ്ങൾക്ക് എത്ര ഇഷ്ട, ഞങ്ങൾക്ക് പിന്നെ ഉമ്രത്ത് പോണു, പിന്നെ ഉമ്രത്ത് പോണു, 5 വക്ത നിസ്കാര, ഞങ്ങൾ എത്ര ശുക്ർ ചെയ്യാ റബ്ബുകു. അല്ലാ റബ്ബേ നിക്ക് ശുക്ർ തന്റെ ഇലാഹെ, ഈ നിസ്കാരം ഞങ്ങൾ മേൽ ഫർദാക്കി, അള്ളാഹുവെ നിക്ക് ശുക്രു. മാത്രമല്ല ഇത് നിസ്കരിക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ ചെയ്യുന്ന റബ്ബേ. അതേപോലെ ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കുടുംബത്തിൽ ഇതേപോലെ മരിക്കുന്നോടത്തോളം ഞങ്ങൾക്ക് ഇബാദത്ത് എടുത്തെടുത്തത് ഈമാനോട് ചെയ്യിച്ചിട്ട് ഈമാനോട് മരിക്കണം. ഞങ്ങൾക്ക് തൗഫീഖ് താ റബ്ബേ. ഞങ്ങൾ എത്ര ആൾ ദുആർന്ന അൽഹംദുലില്ലാഹ് എല്ലാം ഞങ്ങൾ ദുആർക്ക്. അതിന് ചില ആൾമാർക്ക് ഭാരീ കഷ്ടം. ആരത്? പണ്ട് ഖുർആൻ ആരെ ഉദാഹരണം കൊടുത്തേ? മുനാഫിഖിൻക്ക് ഭാരീ കഷ്ടമായി ఉంటుంది. ഫജ്ർ നിസ്കാര, ഇഷാ നിസ്കാര, മഗ്രിബായി ബർത്തങ്ങ വരിങ്ങ ഇന്നാറ്, കുറേ ഉദാഹരണം ഉണ്ട്. എന്ത് ചൊല്ലുന്നതാണ്? എല്ലാ സന്ദർഭത്തിലും അള്ളാഹുടെ താഅത്ത്, അള്ളാഹുടെ ഇതാഅത്ത്, അള്ളാഹുടെ അനുസരിക്കുന്നതില് ഞങ്ങൾ എന്താക്കറേ? ഞങ്ങൾ സബർ കാട്ടുക മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുരൊട്ടിಗೆ ഹുബ്ബ് കാട്ടുക, അള്ളാഹുരൊട്ടിಗೆ നിങ്ങൾ പിരിസാക്കുക, അള്ളാഹുടെ നിങ്ങൾ പിരിസಬೇಕ್ರಿ. ഏതില്? അവന്റെ താഅത്തിന്റെ വിഷയത്തിൽ, അവൻ ഞങ്ങൾക്ക് ഫർദാക്കിയ വിഷയത്തിൽ, അതേപോലെ സുന്നത്താക്കിയ വിഷയത്തിൽ. ഇതില് പിന്നൊന്നു അപ്പൊ ആ വിധേയത്തിൽ ആ ഒരു അനുസരണം ഞങ്ങൾ ಶ್ರೇಷ್ಠತೆ ಕಾಟ, ಅತ್ಯುನ್ನತ ഞങ്ങൾ ಗುಣ, ഞങ്ങളുടെ ಸ್ವಭಾವ, ഞങ്ങളുടെ ഇതാഅത്ത് ಮೂಲಕ അള്ളാഹുക്ക് ഞങ്ങൾ ഭയപ്പെടുറേ. അതിൽ പിന്നെ الصبر عن معصية الله وهو كف النفس عن الهوى ومجاهدة الشهوات. എല്ലാ നമ്മുടെ ദേഹ രണ്ടാമത്തേത് സബുർ, രണ്ടാമത്തെ ഇത്. ഒന്നാമത്തെ അള്ളാഹുരെ അനുസരിക്കുന്ന കാൽ ഇതാഅത്ത്. പിന്നെ പ്രത്യേക ഇബാദത്തിൽ ഞങ്ങൾ താഴ്മ കൈകൊള്ളുന്ന സബുർ, അത് സബുറിന്റെ ഒന്നാമത്തെ ഘട്ടത്തേക്ക്. രണ്ടാമത്തേത് ദേഹിച്ച് ഞങ്ങൾക്ക് മനസ്സ് എന്തെല്ല ചൊല്ലു, തടി എന്തെല്ല ചൊല്ലു, എന്തെല്ല ബെടക്കത്തറ എടുത്ത് കാട്ടു, ഞങ്ങൾ എന്താക്കറേ? ഞങ്ങൾ സബുർ എടുക്കറേ. കളവ്, ഗീബത്ത്, നമീമത്ത്,
കക്കല്, അതുപോലെ എന്തല്ല ലഞ്ച അത് എന്തിനാണ് മനുഷ്യൻ നോക്കാണ്ട് എന്തേ അവനക്ക് ചെയ്യിക്കണു, അവനു കാസാക്കണു, എന്തുകൊണ്ടു ഭാരനാക്കിക്കൊണ്ടുണ്ടാరు ഓനക്ക് സബുറില്ലേ. അപ്പൊ റിസ്കിന്റെ വിഷയത്തില് രണ്ട് വിഷയത്തിക്ക് ഒരു ആലിമു ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ കേൾക്കുന്നത് എന്താ, രണ്ട് വിഷയത്തിൽ നിങ്ങൾ ഒരു ഫിക്കറാക്കണം. ഒന്ന് മൗത്ത് എവിടെ ഇന്നെങ്കിൽ അത് പറയും. രണ്ടാമത്തെ റിസ്ക് നിങ്ങൾ എന്താക്കും ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കിയ റിസ്ക് ಖಂಡಿತ എത്തും. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കണം. അപ്പൊ ഇതില് വഹുവ കഫ്ഫു നഫ്സി അനിൽ ഹവ വ മുജാഹദതു ഷഹവാത്ത്, ഒന്ന് ദേഹേച്ഛര തൊട്ടിട്ടു തൻ്റെ താണ് തടയരെ, അതുപോലെ ബർക്കത്തര തൊട്ടിട്ടും എന്താക്കരെ അവനെ തടയരെ. ചില സാധാരണ ദോഷക്കര്, ചിലത് ദേഹേച്ഛ അനുസരി കണ്ടതാക്കര് എന്തിനാണ് മനുഷ്യ. അതിൽ വിശേഷമായിട്ട് നച്ചല്ലേ ലൂട്രെ, ലൈംഗികപരമായ ദേഹേച്ഛ, അതിൽ പിന്നെ ഗീബത്ത്, നമീമത്ത്, നോട്ട, വേണ്ടാത്ത അള്ളാഹു ഹറാമാക്കിയതൊരു നോക്കുറെ, ഇതെല്ലാം നിങ്ങൾ ദേഹേച്ഛ ചൊല്ലുമ്പോൾ ഞങ്ങൾ സബ്രെടുത്ത് മാത്രം നമുക്ക് ഇതിനെ കൺട്രോൾ ആക്കാൻ സാധ്യമുണ്ടോ. ആ വിഷയത്തിൽ ബാക്കി നിങ്ങൾ എന്തെല്ലാം ആക്കിക്കൊണ്ടുള്ളാറ്, എന്തെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താവരാ ജിഗ കാണ്ട് വർക്കത്ത് വാണ്ട് കാണ്ട് മാത്ര, അതെല്ലാം നിങ്ങളുടെ നേരായ ജീവന. മൗത്തുൽ പിന്നെ ഞങ്ങൾക്കത് ചിലപ്പോൾ എന്തരാവും അതാബ് കിട്ടുമ്പോഴത്തെ വിഷയത്തിക്കും. ആ വിഷയത്തിൽ ഞങ്ങൾ സബ്രെടുക്കണം. അത് പിന്നെ അസ്സബ്റു അലാ മാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അതിൽ പിന്നെ അള്ളാഹു ഖദറാക്കിയതായ കഷ്ട, സീക്കാവട്ടു മൗത്താവട്ടു റിസ്ക് എന്തെല്ലാം നമുക്ക് കഷ്ട നഷ്ടം ഉണ്ടാ അത് അള്ളാഹു ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് സബർ എടുക്കണേ. അള്ളാഹു അക്ബർ. അപ്പൊ മൂന്ന് വിഷയത്തിലെത്തിക്കൽ ഇത് പിന്നെ ഉലമാക്കന്മാർ ഇതിന് കിസ്മാക്കരുത്. ഒന്നും അള്ളാഹുടെ വിധേയത്തിൽ അള്ളാഹു എടുക്കൽ, അള്ളാഹുക്ക് മാത്രം എടുക്കുന്ന ഇബാദത്തിൽ ഞങ്ങൾ സബർ ചെയ്യല്, സബർ എടുക്കല്. അതേപോലെ പിന്നെ ഞങ്ങളെ അള്ളാഹു ഹറാമാക്കിയത് തൊട്ട് ദൂരെ നിൽക്കല്. അതേപോലെ ഞങ്ങൾക്ക് വേണ്ട കഷ്ട നഷ്ട പരീക്ഷ വിഷയത്തിൽ ഞങ്ങൾ സബർ എടുക്കൽ. ഇതെത്തിക്കൽ ഈ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതില് എങ്ങനെ മനുഷ്യന്മാരുടെ മേൽക്ക് ഇതാക്കുന്ന പരിണാമം എന്തര്, ഇതിന്റെ റിസൾട്ട് എന്തര്. ഇതിൽ ഒന്നാമത്തെ ചൊല്ലേ സ്വയം നിയന്ത്രണ മനുഷ്യക്ക് വേണം. ഏത് ഘട്ടത്തിലും അവന്റെ നിയന്ത്രിക്കുള്ള ഒരു എബിലിറ്റി, ഒരു ട്രെയിനിങ് അവന് കിട്ടും. സുബ്ഹാനല്ലാഹ്. ഏ സന്ദർഭത്തിൽ ഗട്ടിക്കണം, മനസ്സിലായിത്ത. ഇതില് രണ്ടാമത്തെ ഇച്ഛാശക്തി, അവനുക്കുള്ളത ഒരു എബിലിറ്റി, അവൻ ആക്കുള്ളത ഏത് വിഷയത്തും എതിർത്തിട്ട് നക്കിന്നത് എത്തണു, ഇന്നതാക്കണു, ഇന്ന ഇബാദത്ത് എടുക്കണു, ഉംറ പോണു, ഹജ്ജാക്കണു, അതാക്കണു, നാ ഖുർആൻ ഓതണു, നാ അത് പഠിക്കണു, ഇതുകൊള്ള ഇച്ഛാശക്തി പ്രതി ഒന്നും അവൻ എന്താവരു അവനതിക്ക് ഏബിളാവുക, അവനതിക്ക് ആളാവുക. അതേപോലെ മാനസിക സമതോലന, എപ്പോഴും ഓർക്ക ബേജാറ്, ഓർക്ക ദുഃഖ, ഓർക്ക ബുൾപുಡ್ರ, ഓർക്ക അങ്ങനെ ഒരു മനസ്സിക്ക് എന്തെല്ലാം ടൈപ്പ് നമുക്ക് കാണാം. മുസ്ലിം മുഅ്മിൻ അങ്ങനല്ല, എപ്പോഴും ഒരേ ഏത് അവസ്ഥയിലും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. ഏത് കഷ്ട ಬಂದೆಂಗು, ഏത് നഷ്ട ಬಂದೆಂಗು, ഏത് ദുഃഖ ಬಂದೆಂಗು, ഏത് സുഖ ಬಂದೆಂಗು ആള് ബദലാവലെ. അപ്പൊ മാനസിക ഏത് സവാൽ, ഏത് എടികേർ, ഏത് മുസീബത്തുற കാലത്തും അവൻ എന്താക്കറ അവന് പിടിച്ചു നിൽക്കറ. ഇത് ഈ മൂന്ന് വിഷയത്തെ നമുക്ക് ഫായിദാവും ചൊല്ലുന്നത്. പിന്നെ ഇനൊരു വിഷയത്തിക്കറ നാലാമത്തേത് സമാജ സൊസൈറ്റിയിൽ ഞങ്ങൾ എന്താക്കറ ഘർഷണ, എടികേറ്, പരസ്പര ഫിത്ന, അടി പിടി കേസ് ഇങ്ങനത്തെ എന്തരാക്കറാറ് അങ്ങനെ യാനി സമാജ ഇതിൽ ബച്ചവാവും. ചില ರಾಯತങ്ങൾ ഞങ്ങൾ ചൊല്ലോ ഭാരി നല്ല ആൾമാർ ബാവ ഇടീ ರಾಯತಂಗ സമാജത്തങ്ങ. ഇതിൽ സ്പെഷ്യലി ആർക്ക് ഈ ഡിഗ്രിയുള്ള ഇൻ്റെ വേൾഡിൽ മുസ്ലിം ഇങ്കൈത്തിക്ക്. ചില അറബ് കൺട്രി പോയെങ്കിൽ, സൗദി പോയെങ്കിൽ, ചില ರಾಯത്ത് പോയി ഞാൻ ചൊല്ലേ മുസ്ലിംക പോയി. എന്ത് മനുഷ്യന്മാർ പെണ്ണ്, എന്ത് കാരണ ಯಾರತ್ತ ಆಲ್ಮಾರ್ಗೆ ಸಬರುಂಡು. ಎಲ್ಲ ಮೊತ್ತಲ್ಲ ചില ರಾಯത്ത് ಮುಸ್ಲಿಮ್ ಆಯ್ತು, ചില ರಾಯ್ ಚೊಲ್ಲ ಅಂಕ ಸಬರು ಇಲ್ಲಪ್ಪ. ಒಂದು ಜಂಡಿಗೆ ಅಡಿಯೇ, ಒಂದು ಜಂಡಿಗೆ ಪರ್ರೆ, ಒಂದು ಜಂಡಿಗೆ ಗಲಾಟ ಹಾಕೋ ಬಂಡೆ. ഇതെന്തൊക്കെ സാമാജിക പരമായിട്ട് ഇതിന്റെ പരിണാമ ഉണ്ടാവും ചൊല്ലുന്ന ചില റായത്തമേ ചൊല്ലാറ് ഇന്നേ റായത്താ നല്ല ആൾമാര്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് ചൊല്ലിച്ചെന്നെങ്കിൽ അങ്ങ് എടുക്കുന്ന സബറ് ഒരു കാരണത്തേക്ക് ഈമാൻ, ഇസ്ലാം, ഇബാദത്ത്, സുന്നത്ത് എല്ലാം ഓക്കെ, തൗഹീദ് അതോടുകൂടി തനിക്ക് സബറും വേണം. പിന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ കുടുംബത്തെ സ്ഥിരത്തര ഇത് ബലപ്പെടുത്തരുത് സബറിന്റെ പരിണാമം. ഇപ്പം ഞാനൊരു
ഇതൊന്നും ഓക്കെ അതിനൊട്ടിക്ക് എടുത്ത് എത്ര വർഷമായിട്ട് മഞ്ഞലേത്ത് 18 വർഷം ആ റഹാത്ത് ബാർ റഹാത്ത് എന്തിനിതിൽ സീക്രട്ട് മൂ ബന്ദിറാക്കണം എന്താക്കണം ഒരേ പോയിന്റ് ആയി ചൊല്ലു 18 വർഷം പിന്നെ ബസ് ബന്ദീറക്കണ ഇത് ഒന്നു ജണ്ട് ഓണും കിരികിരാക്കറ് അവളും കിരികിരാക്കറ് ഓളുകും സബറില്ല അവനുകും സബറില്ല ഏത് ഒരു സൈഡിലും വേണ രണ്ട് സൈഡിലുള്ള സബറില്ല ഉണ്ടായെങ്കിൽ പിന്നെ ചെയ്യിക്കുക സാധ്യമില്ല ಯಾರ ಕೋಡಿ ಬಂಡು ಎಲ್ಲ ಮನುಷ್ಯന്മാര് ആറ് കോടി ഇല്ലാത്തെങ്കില്ലേ ആയും പെണ്ണുങ്ങൾക്ക് സബറിന്ന പോലെമേ ആണിಗೂ സബറിന്ന മാത്ര ഒരു കുടുംബം എന്താവും ചിലപ്പോൾ നഗമേ അതീശാവും എന്താ വല ಬೇರೆ ಬೇರೆ എന്താ വല വേണ്ടാണ്ടായേ അതങ്ങനെ ബല ഇങ്ങനെ ബല അത് ബല ഇത് ബല ഓക്കെ ഞങ്ങളുടെ ജീവൻ ഇങ്ങനത്തെ എത്രമാ കേസ് ഞങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയി എന്തോ ഇത്തില്ല ഇതെന്തിങ്ങനെ ജണ്ട് മൂത്തൽ പുട്ട് കൊടുക്കില്ലേ ജണ്ട് മൂത്തൽ സബറില്ലേ ഓണും അങ്ങനെ അവനും അങ്ങനെ മഞ്ഞത്തെ സ്റ്റാർട്ടിൽ കുറേ സ്റ്റാർട്ടിങ് ട്രബിൾക്ക് അപ്പ മാത്തു സബർ എടുത്താലും ബിഷഫൈലാവും ഏതേ ഒരു സൈഡിലപ്പ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് സബർ എടുത്തില്ലെങ്കിൽ ഡിവൈഡ് ആവുക പിന്നെ മനസ്സിലാവും ഞാൻ ചൊല്ലുന്നത് അപ്പൊ എന്തായെങ്കിലും കുടുംബപരമായിട്ടും കുടുംബത്തെ സ്ഥിരത്തെ ഇത് കൊണ്ടുത്ത് എന്താവರು സബർ കൊണ്ടുത്തു ബല ಅವರು ಸ್ಟ್ರಾಂಗ್ ಅವರು അതേപോലെ സാമൂഹിക യോജന സമാജത്തിലുള്ള ചില വിഷയ സക്സസ് ആവും ഒരു സമാജ ഒന്നാമത്തുಗೂ പരസ്പര സബർ എടുക്കുമ്പോൾ അത് കമ്മിറ്റി ആവട്ടു സംഘടന ആവട്ടു സൊസൈറ്റി ആവട്ടു പള്ളി കമ്മിറ്റി ആവട്ടു എല്ലാവരും ഒരുപോലെ ഇಕ್ಕಿಲ್ಲ ಮಾತ್ರ ಇಡೀ ಕಮಿಟಿಗೆ ಎಂದಾಕಣು ಸಬರ್ എടുക്കണു ಇಡೀ ಸಮಾಜತಂಗೆ ಎಂದಾಕಣು ಸಬರ್ എടുക്കണു ಒಂದು ಜಂಡು ಘರ್ಷಣೆಗೆ ಫಿತ್ನತಂಗು ಫಸಾದಿ ಅಡ ಕೊಡ್ಕೊರಲ್ಲ ಆರೆ ಎಗೇನ್ಸ್ಟ್ ಎಂದ್ರ ಫಸಾದ ಅವರ ಅವನು ಸಬರ್ എടുക്കണു എന്ത് വേന ആക്കട്ട് ഓണതുപോലെ ഓൻ തിരിച്ചു തുള്ളറല്ല മനസ്സിലാവും ഞാൻ ചൊല്ല അപ്പം ഇതിൽ സാമൂഹിക യോജനകൾ യശസ്സു അപ്പം സമാജത്തിലുള്ളതായ സാമൂഹിക നല്ല ചില പ്ലാനെല്ലാം എന്താവും ഇതിൽ സക്സസ് ആവും ചൊല്ലുന്നതാണ് കുടുംബത്തിൽ നോക്കണം ആറിയല്ലേ മൂത്ത കൂട്ടുകുടുംബ കുഞ്ഞബ മൂത്തബ എല്ലാ മക്ക മാഷാല ഒന്നൈത്ത് എന്താക്കറ അങ്ങ് ഇന്നലെ കച്ചവടമുള്ള പോലെ ഓൺ ഇന്നാലെ മോണു ഓൺ ഇയാളോണ്ട മോണു ഓണ് മൂത്തോണ്ട മോണു അങ്ങനെ എന്ത് ഒട്ടിയുള്ളാർ എന്ത് വിഷയ സബർ എടുക്കാറ് എന്ത് 6 കോടി വന്നെങ്കിൽ അഡ്ജസ്റ്റ് ആക്കാറ് മനസ്സിലായിത്ത ഇതിൽ പിന്നെ അതേപോലെ ചില നബി അംബിയ മുർസലിങ്ങളുടെ ഉദാഹരണം അല്ല ഖുർആനിൽ തണ്ട ഇതിൽ ഒന്നാമത്തേത് പിന്നെ പിന്നെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദാഹരണം എത്തിക്കുന്നത് ഖുർആനിൽ ഉണ്ട് അയ്യൂബ് ഇദ്നാദാ റബ്ബ അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവൊട്ടിಗೆ പ്രാർത്ഥിച്ചപ്പ എന്തിനത് പിന്നെ നക്കൊരു സീക്ക് ബാധിച്ചു പോയിരു മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ ആർ ദ്വാർക്കരെ അയ്യൂബ് നബി ദ്വാർക്ക് എവിടുത്തോലാൾക്ക് സീക്ക് വന്നത് ചരിത്രം നോക്കുമ്പത്തു ഇടീ തടിಗೆ സീക്ക് ಬಂತು അയാൾ ಕಂಪ್ಲೇಂಟ್ ಹಾಕಿತಿಲ್ಲ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ದ್ವಾರ್ನತೂ ಇಲ್ಲ മനസ്സിലാക്കണം ലാസ്റ്റ് എപ്പോൾ ദ്വാർന്നെ ചരിത്രത്തിൽ ಬಂಡ ലാസ്റ്റ് അയാൾ ന്യാവുಗೂ ആ സീക്ക് ബലിക്കിరు ദിക്ർ ചൊല്ലற തൊട്ടു അയാൾ തടയൽപ്പെട്ടിട്ട് ചെന്തപ്പ ബിയാർ ചെപ്പ റബ്ബറൊಟ್ಟಿಗೆ ദ്വാർക്ക് അയാളെ പെഞ്ഞായിമാർ വിട്ടുപോയാർ അയാളെ സ്വത്ത് നഷ്ടമായിട്ട് അയാളെ കുടുംബം പോയിട്ട് ഏത് ഘട്ടത്തിലും അയാൾ എന്താക്കിത്തില്ല അയാൾ ಕಂಪ್ಲೇಂಟ್ ಹಾಕಿತ್ತಿಲ್ಲ ರಬ್ಬರೊಟ್ಟಿಗೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಎವಡ್ತೋಲ ಕಂಪ್ಲೀಟ್ ತಡಿ ಸೀಕಲಿ ಚೀഞ്ഞ് നാരിത്ത് ചൊല്ലുறாரு പുലു വന്നറും ചൊല്ലുறாரு ആ എങ്കിലും അയാൾ ഒരു കംപ്ലൈന്റ് ആക്കിത്തില്ല ലാസ്റ്റ് ദ്വാർന്നപ്പ അവസാന ഘട്ടത്തിൽ ദ്വാർനാമത്തുಗೂ റബ്ബെന്താക്ക ಎಲ್ಲ അതേപോലെ തിരിച്ചു കൊടുത്ത ഒരു പരീക്ഷ തിരിത്ത് അപ്പം യാരത്തെ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുള്ള പോയിന്റ് യാരത്തെ സന്ദർഭത്തിൽ എല്ലവും നബിമാർക്ക് കൊടുത്ത കഷ്ട ദുഃഖ പരീക്ഷത്തെ ഉദാഹരണം എത്തിക്കുന്നത് ഖുർആൻ അങ്ങനെ നുബുവത്തര വിഷയമാവട്ടു അങ്ങനെ ദാവത്തര വിഷയമാവട്ടു അതേപോലെ അതിൽ ചില നബിമാരെ മാത്രം ഉൾട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻകെಲ್ಲ സ്വത്തും സമ്പത്ത് കൊടുത്തല്ല എന്താക്ക അതും പരീക്ഷ ആ ഉൾട്ട ಯಾರೈತು ದುಃಖം കഷ്ടം ಸಂಕಷ್ಟം പരീക്ഷ കൊണ്ട് പരീക്ഷ ആക്കിയതൈത്തിക്കറ് നബിമാര ഉദാഹരണം അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നതാണ് സോ സബ്ർ അൽ മർദി വൽ ഫഖർ വഫഖദ് അൽ അഹ്ൽ
അപ്പം അയാൾ സീക്ക് കൊണ്ട് പരീക്ഷയിൽപ്പെട്ടിട്ട്, അയാൾ ഫഖർ കൊണ്ട് പരീക്ഷയിൽപ്പെട്ടിട്ട്, അയാളെ പിന്നെ പെഞ്ഞായി മക്കനാൽ കുടുംബ നഷ്ടയിത്ത് അയാൾ പരീക്ഷയിൽപ്പെട്ടിട്ട്. ആറ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ പിന്നെ അയ്യൂബ് അലൈഹി സ്വലാം ഫിഖ്ദാനി മാലി വഹലി വമറദി ഷദീദ് വമഅ ദാലിക ളല്ല സാബിറ മുഹ്തസിബ. അപ്പം ആ എല്ലാ ഘട്ടത്തിലും അയാൾ സബർ എടുത്തിട്ട് അള്ളാഹുര പക്കല്ലേ ആ പരീക്ഷ തൊട്ടിട്ട് ബച്ചവാക്കു റബ്ബുര മേൽ എന്താക്കിത്ത് അയാൾ പിന്നെ ഹോപ്പ് വെച്ചിട്ട് അയാൾ അള്ളാഹുര മേലുള്ള ആ ഒരു ആശ ആകാംക്ഷ അയാൾ ഉദ്ദേശം വെച്ചിട്ട് അയാൾ സബർ എടുത്തിട്ട് കാലി സബർ അല്ല, അതുകൊള്ള പരിഹാരം അല്ലാഹു ആക്രാണ്ടുള്ള ഈമാന നമുക്ക് വേണു. കാലി സബർ പിന്നെ ഹിസാബിനെ അള്ളാഹുരൊട്ടിಗೆ മുഹ്തസിബ് അജിര് കൂലി വിചാരിച്ച് തെറ്റിക്കൊണ്ടുതങ്ങ സബർ എടുക്കല്. അപ്പൊ സബറു കൽബ് കൊണ്ട് ഉണ്ടൈത്ത്, ബായ് കൊണ്ട് പ്രാക്ടിക്കലും, കൽബ് കൊണ്ടും ബായ് കൊണ്ടും കൈകാൽ കൊണ്ട് പ്രാക്ടിക്കൽ ಐತೆ കാട്ടുற ഒരു വിഷയത്തിക്ക് അത് അത്യുത്തമമായ ഒരു ഇബാദത്തിൽപ്പെട്ടത് ஐத்திக்கிறது സബർ ചൊല്றது. സോ അള്ളാഹുരൊട്ടിಗೆ അയാൾ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു എന്താക്ക അയാളെ കഷ്ടത്തൊട്ടു ദൂരാക്കി. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആറ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലേ, അയാൾ വന്ന കഷ്ടം എന്തിന് ആറ് സ്വന്ത ഇലമൂത്ത് ആ എങ്കും അയാൾ എടുത്ത സബുർ എന്തിന് അള്ളാഹു അക്ബർ അയാളെ കൊമ്പൈത്ത് കെന്ത് കിട്ടു ആറ് സ്വന്ത ബ്രദർ സ്വന്ത സഹോദരന്മാർ പിന്നെന്താക്കറ അയാളെ ബിക്ര് ആർക്ക് വേറൊരായത്തെ മസറ് പോണ്ടതാ പിന്നെ എന്തൊരു ചൊല്ല് ആ സഞ്ചാര കൂട്ടത്തിക്ക് അങ്ങ് ബിക്ര്. അതിൽ പിന്നെ ആരാ അയാളെ ബലകെടുത്ത് കൊമ്പയിരാറ ആയ്മമേ എന്താക്കറ പിന്നെ ದುರುದ್ದೇಶಪೂರ್ವಕಮೈತೆ ಎಂದರಾಕರೆ ಬೆಡ್ಕತ್ತರತ್ತಿಗೆ ಆಯ್ಮೆ ಬಿಲ್ಕಿರ ಆ ಟೈಮುಲ ಅಯಲ್ ಸಬುರ್ എടുത്തത് റബ്ബുറെ വിചാരിച്ചിട്ട് നോക്കണം. അതിൽ പിന്നെ അവസാനത്തെ എന്തരേ അയാൾ ചൊല്ലറ എന്തരേ എന്താക്കറേ ജയില് കിട്ടേ. അപ്പം ജയില് സഹോദരന്മാരെ കൊടുത്ത കഷ്ട ಸ್ವಂತ ಬಲ್ತೆ ಆ ಪೆಣ್ಣಿಗೆ ಆಕೆ ಎಡಂಗೇರಿ ಹಿಂಗೆಲ್ಲ ಕಷ್ಟ ಬಂತು ಅಯಾಲಂದು ಚೊಲ್ರೆ ನಿಂಗೆಲ್ಲ ಯಾಕ್ರಿದ್ರೆ ಕಾಂಟೆ ನಕ್ಕಿ ಜೈಲೈತಿಕ್ಕರು ಉತ್ತಮ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ മനസ്സിലാക്കണം എന്തേ നക്ക് ജയിലെത്തിക്കറ് നല്ലതിൻ ടൈമേ അയാൾ എണിച്ചു ചൊല്ലു. അപ്പം ഈ സന്ദർഭത്തിലെല്ലാം അയാൾക്ക് സ്വന്ത സഹോദരന്മാർക്ക് അവസാനത്ത് മാഫാക്കിയതെത്തിക്കറ് ഖുർആനിൽ നമുക്ക് കാണേ. മാത്രല്ല ഈ എല്ലാ സന്ദർഭത്തിലും അയാൾ ചൊല്ലു ഫസബറുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇന്ന സബറു അത്യുത്തമമായതെത്തിക്കറ് മാത്രല്ല അങ്ങ ആക്കിற ആരോപിக்கிற ആരോപത്തിക്ക് അതിക്ക് വിരുദ്ധമായിട്ട് സഹായിக்கிறവನು അള്ളാഹു ಐತಿಕ್கிறான். അല്ലാഹു അക്ബർ. എത്രേ വർഷ ചെരിക്കുമോ ആ കന്ത് കിട്ടത സഹോദരന്മാർ പിന്നെ എപ്പങ്ങ തിരിച്ച് കാണ്ടേ മസറിൽ എപ്പ കാണ്ടേ ഇയാള് അവിടുത്തെ എന്തൊരു ചൊല്ലത് ആഹാര സಚಿವ ಅದರ ಮಿನಿಸ್ಟರ್ ಐತೆ ಅದರ ನಿಯಂತ್ರಣ ಹಾಕಿರ ಆ ಟೈಮಲ್ಲಿ ಐತೆ ಅತ್ಯಂತ ഒരു വലിയ അധികാരത്തിലിരിക്കുന്ന ടൈമിൽ ಐತಿಕ್கிறாங்க ಬಂಡೆ ഏത് ശിക്ഷ ഏത് അദാബ് വേണേലും കൊടുക്കാൻത്ത് ആ എന്താക്കറേല് റബ്ബുറെ വിചാരിച്ചിട്ട് മാഫ് കൊടുക്കുക. അല്ലാഹു അക്ബർ. അതിൽ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആറ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമറെ അബ്ബ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയതിൽ നിന്ന് മിസ്സായതിന്റെ വിഷയത്തിൽ എന്തിനാക്കര് മിസ്സായാലും കാണാണ്ടായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണാണ്ടവർ. ആ സന്ദർഭത്തിലും മൈക്ക് ഓഫാ ഓക്കെ അവിടെ തപ്പിരാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പം ഈ വിഷയത്തിലും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം ബുൽപുട്ടുണ്ടേ ബുൽപുട്ട് തായാലെ കണ്ണൊരു ദൃഷ്ടി പോയി ബൈത്തിണ്ട് കണ്ണൊരു ദൃഷ്ടി പോയി ബൈത്തിണ്ട് മനസ്സിലാക്കൊണ്ടിങ്ങ. അപ്പം എത്ര വർഷം അയാൾ ആ ദുഃഖത്തിലിക്കണു എത്ര വർഷം ദുഃഖത്തിലിക്കണു എത്ര വർഷം ഒരു മോണ് ചെറിയിക്കും പോയ മോണു മിനിസ്റ്റർ ആയതിനെ കിട്ടണമെന്ന് ഒരു 25 വർഷം എടുക്കല്ലേ. ഈ എല്ലാ കാലത്തും അയാൾ സബർ എടുത്തത് അള്ളാഹുടെ വിഷയത്തിൽ യാനി കാണണ്ടായ വിഷയത്തിൽ അള്ളാഹുടെ വിഷയത്തിൽ അള്ളാഹുരൊട്ടിಗೆ സബർ എടുത്തത് മാത്രല്ല قال انما اشكو بثي وحزني الله واعلم من الله ما لا تعلمون. നന്റെ ദുഃഖവും നന്റെ ബേജാറ്
ನಾನು ಅದರ ಅಲ್ಲಾಹಕ್ಕೆ ಮಾತ್ರ ಎತ್ತಿಕ್ರೆ ಅದರ ಕಂಪ್ಲೇಂಟ್ ಅದರ ಶಿಕ್ವತ್ತು ನಾನು ಹಾಕ್ರೆ ನಾನು ದೂರ ಕೊಡ್ಕೊರು ಅಲ್ಲಾಹಕ್ಕೆ ಎತ್ತಿಕ್ರೆ ಮಾತ್ರಲ್ಲ ನಿಂಗ അറിയാത്തതിൽ ನಾನು അറിഞ്ഞുകൊണ്ടുള്ളേ അയാൾ ആ ഒരു ഉമ്മീദ് ഇപ്പൊ ഒരു വർഷം 2 വർഷം ആൾ കാണാണ്ടൈತಿ ഇവരെന്തൊരു വിചാരിക്കര് ಐತಿ ತಿಂತ ಆಳಿಲ್ಲ ಆ ಹೆಂಗು ಅയാള് അള്ളാഹ് അവരുടെ വിഷയത്തിൽ ഉമ്മീദ് പൊട്ടത്തില്ല ഹോപ്പ് പൊട്ടത്തില്ല അല്ലാഹു അക്ബർ അതിൽ പിന്നെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അക്ബർ ഏത് സന്ദർഭത്തില് മീൻ്റെ ബൈത്തിൽ ഇണ്ട് മനുഷ്യന്മാർ കൈകാൽ പൊടുറെങ്കിൽ കാല് ഒരു ടാങ്കുരുൾക പോകുന്നേ മെയ്യാവും ഇനി ചാൻസേ ഇല്ലാണ്ട് ഉദാഹരണക്ക് ഒരു ഗുഡ്ഡര അടുക്ക് പോകുന്നേ മെയ്യാവും എന്താവട്ടെ മനുഷ്യത്തിന് കുടുങ്ങി തിനി എന്തും ഇല്ല മീൻ്റെ ബൈത്ത് ചെന്ന് എന്തൊരു സഹോദരന്മാരെ പാലസാ അകമ ബെഡ്റൂം അല്ലല്ലേ മീൻ്റെ ബയത്ത് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മേലുള്ള ഉമ്മീദ് അയാൾ പൊട്ടത്തില്ലേ അള്ളാഹുവിന്റെ മേലുള്ള ഭരവസെ അയാൾ പൊട്ടത്തില്ല അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ നോക്കും സബ്രോട് കൂടിത്ത അയാൾ എന്ത് ചൊന്തു ഫനാദാ ഫി ദുൽമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആരെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താക്കി തയല് ആ ചിമ്മൽ എന്തൈത്തിക്കോ അവിടുത്തെ സീന് ആ ചിമ്മലും ആ കഷ്ടത്തിലും ആ കുടുങ്ങിയപ്പ അയാൾ എന്താക്കിത്ത് റബ്ബറൊട്ടിയെ മാത്രം ദ്വാർന്നിട്ട് അല്ലാഹുവേ നീനല്ലാത്ത ഒരു ഇലാഹില്ല സുബ്ഹാനക് ನೀನು ಪರಿಶುದ್ಧನು ಪರಿಪಾವನಮೈತಿಕ್ರೆ ನಾನೈತಿಕ್ರೆ ತಪ್ಪಾಕಿ ಅವನು ಚುಂತು ಲಾ ಇಲಾಹ ಇಲ್ಲ ಅಂತ ಸುಬ್ಹಾನಕ್ ಇನ್ನಿ ಕುಂತು ಮಿನಲ್ ಝಾಲಿಮೀನ್ ನಾನೈತಿಕ್ರೆ ದೋಷಕಾರ ಚುಂತ ದ್ವಾರ್ದಮ അള്ളാഹ് എന്താക്കിയ ആ മീന് കരയൊന്തു അതിൽ ജീമത്തോട് കൂടി പൊട്ടുത്തു അല്ലാഹു അക്ബർ മാത്രം കൂടെ എന്തിനാണ് മനസ്സിലാക്കൂല അങ്ങനെ സബറു മനസ്സിലാക്കും അതിൽ പിന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അക്ബർ ഇന്റെ ദാവത്ത് ആക്കിത്ത് അതിൽ കൂട്ടിത്ത് കമ്മിറ്റിൽ തിന്ത് ആൾമാർക്ക് ബച്ചകൊണ്ട് എന്തെപ്പോ നോക്കി ഇതേ വിഷയം എന്ത് നോക്കി എല്ലാ വെള്ളിയാഴ്ച ക്ലാസ് എല്ലാ വെള്ളിയാഴ്ച ಅವನು ಸ್ಕೂಲು ಬೈತು ಬಚ್ಚಿಲ್ಲೆ ಅವನು ದಾವತ್ತು ಬೈತು ಬಚ್ಚಿಲ್ಲ ಅವನಿಗೆ ಬೇರೆಂದ ಡ್ಯೂಟಿ ಬೈತು ಬಚ್ಚಿಲ್ಲ ஒரு ಸುಬೆ ಬೈತು ಜಾವು ಬಂಡ ஒரு ಬಚ್ಚಲು ಇಲ್ಲ ಕ್ಲಾಸ್ ಕೇಕರು ಚೊಲ್ಲ ಮತ್ತು ದಾವತ್ತಿಗೆ ಸಂಬಂಧಪಟ್ಟ എന്തുകാവട്ടെ ഭാഗവഹിസാൻ ചൊന്തു അതുകൊരു പുരുഷത്തെ കിട്ടിട്ടുണ്ടെങ്കിൽ അവന് ബച്ച് എന്തേ മുന്നൽ ബാരു ആക്റ്റീവ് അള്ളാഹു സലാമത്താക്കട്ടെ ഇണ്ടയിൽ എവിടുണ്ടില്ല തീരങ്ങനാവ തീര അള്ളാഹു സലാമത്താക്കും എന്തിനു നമുക്ക് ഈ ഉദാഹരണമുള്ളേ എത്ര വർഷ 350 വർഷം 950 ഇയേഴ്സ് ആറ് ദാവത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമರ ദാവത്ത് എവിടേക്ക് തൗഹീദ് ആറ് ಬಂತಿല്ലേ ಸ್ವಂತ മോണു ಸ್ವಂತ പെഞ്ഞായി സ്വീകരിച്ചിട്ടില്ല ഉണ്ട് പെഞ്ഞായി മക്ക ക്ലാസ് ಬಂದല്ലെങ്കിൽ ഒരു വർഷവും ബിൽച്ച പിന്നെ ഓണു അവതരിച്ച ആ പോണ്ടില്ലെങ്കിൽ വേണ്ടില്ല വല്ല അല്ലേ അപ്പ ആ ഉദാഹരണം നിങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര സബുർ വേണം എത്ര ഉമ്മീദ് വേണം എന്തൊരു അവസ്ഥ എത്തിക്കുന്ന ആ നബിക്ക് അള്ളാഹു കൊടുത്ത ദൃഢത്തെ അല്ലാഹു അക്ബർ അപ്പൊ ഉലുൽ അസ്മു ചൊല്ലുകുള്ള കാരണ ഈ 5 നബിമാരെ പേരെണ്ണി തങ്ങളെ ഉലുൽ അസ്മു ചൊന്തു അത്യുത്തമമായ ഡിഗ്രി കൊടുക്കുള്ള കാരണം എന്തൊരു ഒന്നാമത്തങ്ങ പരീക്ഷിക്കപ്പെട്ട ആ രീതിയും അങ്ങയെടുത്ത സബറും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ قال ربي إني دعوت قومي ليلا ونهارا 2 ಗಂಟಲ್ಲ ವಾರ್ತೆಗೆ 1 ಗಂಟಲ್ಲ പിന്നെ ലൈലം വനഹാർ ജാവും പോലും നാനങ്ങളെ ദാവത്താക്കി നാനങ്ങളെ വിളിച്ചേ പിന്നെ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ ഞാൻ എപ്പോഴങ്ങനെ ഈ ദാവത്ത് ഈ തൗഹീദിಗೆ വിളിച്ചേ അങ്ങനെ അർഷം അങ്ങനെ ദ്വേഷ അങ്ങ ಯಾರೈತಂಗ ದೂರ പോയി ಎಲ್ಲ ಅಂಟಂಗ ಮುಟ್ಟವಂತಿಲ್ಲ ലാ ഹൗല വലാ ഖുവത ഇല്ലാ എങ്കിലും അള്ളാഹുവിന്റെ ഹുക്കും ഐത്തിക്കൊരു ചൊന്തുള്ള ആ കാരണത്തിൽ അയാളെടുത്ത സബുറു അള്ളാഹു ಮಂಜಾಕೋ ಚೊನ್ನ അപ്പം ആ കോമ തമാസാക്കി തിಂತು ಬಂತಿ ಎಲ್ಲಾ ಬೆಡ್ಕತ್ರ ಅದು ಕೊಡ್ದು ಕಚ್ಚಿಡ ಅದು ಇದು ಕೊಂತ ಎರ್ರೆ ഈ ഭൂമിയുടെ മേലെ മഞ്ചാക്കി എവിടേക്കില്ല അവിടെ തന്നി പറയും എപ്പത്ത തന്നില്ല എവിടെ ഏതാ ഒരു ഗുഡ്ഡന് ഏത് ജാഗിൽ അള്ളാഹു സൂചന കൊടുത്തതാണ് അവിടെ ആയിക്കൊണ്ടിന്നെ തന്നെ അവിടെ ഇല്ല പൊലരർഗല്ല കടലർഗല്ല ഒരു ഭൂമിയിൽ മഞ്ചാക്കിക്കൊണ്ടിന്ന് എന്ത് കൊടുത്തു അള്ളാഹുടെ ഹുക്കുമു ലാസ്റ്റ് തന്നി ബർമ്മ എവിടെ വന്നേ അങ്ങനെ അടുപ്പുകാര കൂടെ തന്നി പൊട്ടിത്ത് വന്ന് ഓരോ ഔത്തുള്ളൂ ആ ഭൂമിയിൽ അല്ലാണ്ട്
ഇങ്ങനെ വെള്ളമെന്നല്ല, ഭൂമി പൊട്ടി തങ്ങി പോന്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മനസ്സിലാക്കണം. ആയെങ്കും അള്ളാഹു കൊടുത്ത ഹുക്മ പ്രകാരം 350 വർഷം അയാളെ ലൈഫിൽ അയാൾ എന്താക്കിത്ത്, അയാൾ ദാവത്താക്കിത്ത്. ഇന്ന് ആണിക്കാവട്ടെ പെണ്ണിക്കാവട്ടെ കുടുംബത്തിക്കാവട്ടെ സമുദായത്തിക്കാവട്ടെ കമ്മിറ്റിക്കാവട്ടെ ഒരു 5 വർഷം 4 വർഷമൊക്കെ അവന് ബച്ചിത്ത്. പിന്നെ അവനില്ല, പിന്നെ അവൻ്റെ അഡ്രസ് ഇല്ല. റബ്ബു സലാമത്താക്കട്ടെ. എപ്പം ഞങ്ങൾ ദാവത്തിര ലൈന് ഞങ്ങൾ ബുഡ്രാണ, ഞങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എത്തിക്കും. ഞങ്ങൾ പ്രതഭ്രഷ്ടത്തെ കാൽ വയ്ക്കരുത്, ജാഗ്രത. ഇത് ഞങ്ങൾക്കുള്ളൊരു പ്രൊട്ടക്ഷൻ എത്തിക്കരുത്. ദാവത്തിൽ ഞങ്ങൾ ഉള്ളത്, ദാവത്തിൽ ഞങ്ങൾ ഭാഗവഹിച്ചത്, ദാവത്തിൽ ഫിക്ർ ഞങ്ങളെ കൽബിലുള്ളത്. ഒന്നാമത്തെ ഫായ്ദ ഞങ്ങൾക്ക് എത്തിക്കരുത്. മനസ്സിലാക്കണം ഈ വിഷയത്തിൽ. അപ്പൊ قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. ഇതേ തിക്രി വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കരുത്. ഇതിലെ ഞാൻ ആക്ച്വലി ജാവും പോലും ഞങ്ങളെ ആഹ്വാനിച്ച ഞങ്ങളെ വിളിച്ച് അങ്ങനെ ദ്വേഷം അല്ലാണ്ട് അത് വേറെന്ത് യാറൈത്തില്ല ചൊന്തൈത്തിക്കറ്. ഈ വിഷയത്തിൽ സൂറത്ത് നൂഹില് പിന്നെ 5-6 ആയത്തിൽ നമുക്ക് മനസ്സിലാവും. അതിൽ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം എടുക്കും. അല്ലാഹു അക്ബർ. ഫത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. ഒരേ ഒരു നബിയുടെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായിട്ട് ചങ്ങായിട്ട് സ്വീകരിച്ച. എന്തുകാ ഡിഗ്രി അയാൾ പഠിച്ചിട്ട് ഡിഗ്രി എടുത്തമാ? അൽഹംദുലില്ലാഹ് അതിനടുത്ത പഠിക്കോ തീരണം അല്ല. പിന്നെ അയാളെ ദാവത്ത്, അയാളെ ത്യാഗ, അയാളെ സബ്മിഷൻ അള്ളാഹുക്ക് വേണ്ടിയിട്ടുള്ള ആ ശരണു അള്ളാഹു ചൊന്നാണ്. അപ്പടി എപ്പ എവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അതോടുകൂടി കുട്ടുംബ അതേപോലെ അതും അള്ളാഹു കൊടുത്ത തൗഫീഖ് എത്തിക്ക്. എവിടെ ഒരു ഭൂമി ഗുഡ്ഡകാട് മനുഷ്യൻ്റെ ഒരു പക്ഷിയുണ്ട്, എന്തില്ല. എന്തൊരു വിഷയ നിങ്ങ അവിടെ പോയിട്ട് 5000 ആ പൈതൽ കിടാവും, ചെറിയ പൊടിക്കിടാവും, അതിൽ നിങ്ങ വിട്ടു പറയും അല്ലേ? ഇന്നത്തെ പെണ്ണിങ്ങ എന്താക്കാത്ത നിങ്ങൾ നബിയാവിടെ നിങ്ങളെ പരീക്ഷിക്കരുത് വിട്ടുപോണ്ട് നണ്ടമോടെ അല്ലേ? ഇത് എന്തായാലും മണിയാള് നിങ്ങൾ ദൈക്കൊരു നണ്ടൗത്താക്കി വരും. നാ പോണ്ടേ ഇന്റെ ഉടമേത്തല്ല കഷ്ടം ചൊന്ന് നണ്ടരായത്തെ കടത്തോണ്ട് അപ്പം അല്ലേ? ആ ടൈമുలు బిహార్కి ఇమాజిన్ ఆకు ఐమర సబరు ఐమర ఈమాన్ ఐమర తవక్కుల్. అల్లాహు అక్బర్, అల్లాహు అక్బర్. മാപ്പിളക്ക് എന്ത് ആര് കൂടി ഫസ്റ്റ് കൈ കാൽ പൊടുന്ന പെഞ്ഞ തീരാ ഉൾട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എങ്ങനെ ഭരോസ കൊടുത്തേ? ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹു അക്ബർ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടാലെ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കാലെ. എന്തുകൊണ്ടു? നിങ്ങൾ അതിഥിമാരെ സ്വീകരിക്കാറ്, പാവത്തങ്ക് സഹായിക്കാറ്, ഗലാട്ടിനെ തീർക്കാറ്. കൊന്ത് കൊറേ ഡിഗ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊറേ ഡിഗ്രി ആയി എണ്ണിച്ചോന്തു. അല്ലാഹു അക്ബർ. എന്ത് ഈമാൻ! അതാ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേടിച്ചിട്ടുണ്ട്. ഉദാഹരണം ചൊല്ലുന്നത് പ്രതി അധികം ഇൻഷാ അല്ലാഹ് വേറെ ഉദാഹരണം ബണ്ട്. പ്രതി സന്ദർഭത്തിലും ആ പെണ്ണിങ്ങളെ സഹായ സഹകാര സബറു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാംക്ക് ഈ ഹുക്കും കൊടുത്തപ്പ ഈമ കേക്കറ് എന്തേ ഞങ്ങളെ വിട്ടു പോണ്ടേ, നിങ്ങൾ എവിടെ പോണ്ടേ എന്തൊരു ചൊല്ലുന്നു. എന്തും ഉണ്ട്. പിന്നോം കേക്കറ്. അപ്പ അയിമക്ക് മനസ്സിലാവൂ ഇത് അല്ലാഹുവിന്റെ ഹുക്കുമാ. അപ്പ അയാൾ ഒക്കു ചൊല്ലു. തിരിഞ്ഞു കൂടെ നോക്കോ ഇല്ല അയാൾക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൻ്റെ അയിമ ചൊല്ലു നിങ്ങ പോരും. അയിമര സബർ നോക്കും, അയിമര ഈമാൻ നോക്കും. നിങ്ങ പോരും. അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടാലെ. അല്ലാഹു അക്ബർ. എന്തുകൊണ്ടു? ആ ഈമാൻ, ആ സബർ, പരീക്ഷകർ എതിർക്കുള്ള ആ ദൃഢത്തെ, ആ ഭരവസെ, ആ തവക്കുൽ. അല്ലാഹു അക്ബർ. മനസ്സിലാക്കും. ഇതിൽ ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ എത്തിക്കറ് അവിടെ വിട്ടുപോണ്ട് ഒരു പരീക്ഷ. രണ്ടാമത്തേത് തീക്ക് എരിയൽപ്പെട്ടു. ആ സന്ദർഭത്തിൽ ഹദീസ് ദഈഫ് ചൊല്ലുறார். എന്തെങ്കിലും അവിടെ ഒരു സംഭവം അവിടെ നടക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേക്കറ് നിങ്ങൾക്ക് എന്താവട്ടെ സഹായ വേണം. ആ സന്ദർഭത്തിൽ അയാൾ ചൊല്ലു നക്ക് റബ്ബുമയ്യ. തീക്കിടൽപ്പെട്ട ആ സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു ചരിത്രത്തിൽ ചില വിഷയമുണ്ട്, ചില ഇഖ്തിലാഫെല്ലാം ഉണ്ട് ആ വിഷയത്തിൽ. ആ ഒരു ഉദാഹരണം ചൊല്ലും.
അപ്പൊ തീ കിട്ട സന്ദർഭത്തിലും ദാവത്തെയും എടുത്ത് ആ കൗമയിലെ തീ കിട്ടപ്പോ എന്താക്കിയത് അയാൾ സബർ എടുത്തത് അള്ളാഹുടെ മേലെ ഭരോസ വെച്ചത്. അതിൽ പിന്നപ്പ ആ ബൈസിൽ കൊടുക്കപ്പെട്ട ഒരു കിടാവ് ആര് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര ചെറിയ ചെറുക്ക്. അല്ലാഹു അക്ബർ. എന്തിനല്ലാവരുടെ ഹുക്കുമോ നിങ്ങ ಇನ್ನೇ ಜಾಗಲ್ ಗೊಂಪೈತಿ നിങ്ങൾ കിടാവ് അർക്കോ. അപ്പൊ ഈ മകാലട്ടാക്കിത്ത അയ്മെന്താക്കൂ ഇണ്ടത്തെ പെണ്ണി എന്താക്കുവാറ് എന്താക്കുവാറ് ബിയാരിക്കറു ആയെങ്കോ ആ സന്ദർഭത്തിൽ അങ്ങനെ സബർ നോക്കൂ. ആ കിടാവുടെ സബർ നോക്കൂ. അത്ര ചെറിയ കിടാവുടെ സബർ നോക്കൂ. ഇത് അല്ലാഹുടെ ഹുക്കും ഉണ്ടായെങ്കിൽ നാണ് സബർ എടുക്കുന്നത്. നിങ്ങൾ അല്ലാഹുടെ ഹുക്കും നിങ്ങൾ ഖുർആൻ അല്ലാഹു ചൊല്ലുന്ന വിഷയം. അല്ലാഹു അക്ബർ. അപ്പൊ ഓരോ ഘട്ടത്തിലും അങ്ങനെ സബറു അങ്ങനെ ഈമാന് അങ്ങനെ തവക്കലു അങ്ങനെ ഭരവസെ നമുക്ക് ചെമ്മ പാട്ടുണ്ട്. ഭരവസെ തവക്കുലെല്ലാം ഉണ്ട്. അതോടുകൂടി സബറു വേണു. സബറു ഇതിൽ എല്ലാത്തോറും ഒരു പാട്ടൈത്തിക്കറ് പ്രാമുഖ്യമായ ഭാഗൈത്തിക്കറ് സബറു മനസ്സിലാക്കൂ. അങ്ങനെ ഇത്തിക്കറ് വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതി ഫതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബിയെ ഞങ്ങൾ കുറേ വിഷയം കൊണ്ടു ഞങ്ങൾ എന്താക്ക ഞങ്ങൾ പരീക്ഷിച്ച അയാൾ അതിലെല്ലാം പാസ് ചെയ്ത് അയാൾ അതിനെ പൂർത്തിയാക്കി. ആയ സബറു ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. നിങ്ങളെ ഞങ്ങൾ മനുഷ്യന്മാർ സർവ മനുഷ്യന്മാർ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഇമാമാക്കിയ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഇത് അത്യുത്തമമല്ല ഡിഗ്രി എത്തിക്കറി. ഇണ്ടത്തെ ഡിഗ്രി എന്തുണ്ട് ഉണ്ടാക അവിടെ ഫൈനാൻസ് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇത് എപ്പോ നോക്കി എനിക്ക് ഇതേ പണില്ല. ക്രിക്കറ്റ് മാച്ച് ആ മാച്ച് ഈ മാച്ച് എത്ര പണി പൈസ കൊടുക്കോ റെഡി. ദാവത്തൊരു വിഷയം എടുത്ത് നോക്കണ പിന്നെ അവന് ഫോൺ എടുക്കില്ല. ഇപ്പോ എന്ത് വിഷയ പേര് കിട്ടു ആള് വാഹ് വാ ഫോട്ടോ പണ്ട് വാട്സപ്പിൽ പണ്ട് എന്ത് ഷെയ്ത്താന് കൊടുക്കൽ ഒരു ഹയാലായിത്തിക്കുന്ന അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്രയും ആൾമാരുണ്ട് ഫുസൂല് വേണ്ടാത്തത് എന്തും അങ്ങ് ചെലവാക്കോറിട്ട്. മംഗലത്തിൽ കോമ്പറ്റീഷന് ദാവത്തിൽ കോമ്പറ്റീഷന് അല്ലെ ഏത് ഗാഡിയിൽ കോമ്പറ്റീഷൻ സ്വന്തം യൂസ് കൊണ്ട് എടുക്കലല്ല. പിന്നെ അവനെടുത്ത പോലെ നാപ്പൂടല്ല എന്താക്കി നാളെ തലകാലടിച്ചെങ്കിൽ ലോൺ അടിച്ച് എന്ത് ഹറാമാക്കിയെങ്കിലും അവനക്ക് ആ ഗാഡി വേണം. അതിനടുത്ത കാറെടുക്കോ തീരാണ്ടാണ് അവനക്ക് ഇഷ്ടമുള്ളത്. അവനിവിടെ പൈസ ഒന്നുണ്ട് ഹലാലാണ്ട് അവനക്ക് എടുക്കുക. അത് വേറെ വിഷയം. മനുഷ്യന്മാർ വേണ്ടി തിണ്ട് ഒരുത്തര കോമ്പറ്റീഷൻ ആക്കിയത് എന്തെല്ലാം ആക്കിക്കൊണ്ടു അവിടെ ഹറാം ഹലാൽ നോക്കുന്നു. അതേ വിഷയത്തെ ദാവത്തര സന്ദർഭം ഇപ്പൊ ഞങ്ങ ഈ ഒരു കമ്മിറ്റി വിഷയം എടുക്കും. ഓരോ റായത്ത് ദാവത്ത് അവരെ ക്ലാസ്സിൽ നിങ്ങൾ എണ്ണെടുത്ത് നോക്കും. അതേ ടൈം എന്താ ഒരു ഫാമിലി എന്തൊരു ചൊല്ലത് ഫാമിലി ഗ്യാതറിങ് എന്തിനാവരത് നൈറ്റ് എന്തൊരു പാർട്ടിയാണ്. നീ എടുക്കുറവല്ല എത്ര ആൾ വേണം 500 ആൾ 600 ആൾ 1000 ആളോടെ മണ്ട് എന്തേ ദാവത്തല്ല ദീനല്ല പിന്നെ ദുനിയാവും. ബട്ട് അയ്യം ചൊല്ലി ഇത് നമുക്ക് കിട്ടും ഞാമത്തൈത്തിക്കർ ദാവത്ത് ചൊല്ലത് നബിമാരെ അംബിയാ മുർസലിങ്ങളെ ഒരു വിശേഷമായി തങ്ങൾക്ക് കൊടുക്കൽപ്പെട്ട ഡ്യൂട്ടി ഐത്തിക്കർ അത് കൈത്തിക്കർ അങ്ങനെ അംബിയാ മുർസലൈ തങ്ങൾ ആരിസിൽ അള്ളാഹു തൗഹീദ് വിളിക്കൂ സുന്നത്തി വിളിക്കൂ അള്ളാഹു പക്കൽ വിളിക്കും. അതിൽ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തതായ സബർ ആരെ വിഷയത്തിൽ ഫിറഔന് വിഷയത്തിൽ എടുത്ത സബർ. ബനു ഇസ്രായേൽ കൂട്ടക്കാർ ഇത്രല്ല കഷ്ടം ಬಂತಾಯല് ചെങ്കടൽ അവിടെ അയാൾ മൂജിസത്ത് ಮೂಲಕ നബി സല്ലല്ലാഹു അല്ലാഹു ആ മൂജിസത്ത് ಮೂಲಕ എന്താക്ക ഈ മോത്ത് കടത്തിയങ്ങലെ അങ്ങ ബച്ചവാക്കി തങ്ങൾ ഈ മോത്ത് കൂട്ടിയം വന്നവർത്തിക്ക് അങ്ങനെ ദ്രോഹ നീക്കുന്നു നോക്കൂ. യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. യാ മൂസ ഇതാ ഇൻക്ക് പിന്നെ ആലിഹ ഉണ്ടല്ലോ അങ്ങ് തെച്ച് പൂജ ആക്കി ഉണ്ടല്ലോ ബുദ്ധ അതുപോലെ ഞങ്ങൾക്കൊരു ബുദ്ധ ആക്കി തരല്ലേ നീ. അങ്ങനെ ദ്രോഹ വഞ്ചന നോക്കൂ. എതിരെതിര് അവിടെ മൂജിസത്ത് കണ്ട കൂട്ടക്കാരെ വിഷയം ചൊല്ലുന്നത് ഇത്ര ദ്രോഹ ഇത്ര അള്ളാഹുടെ കുദ്രത്തെല്ലാം കണ്ടെത്ത് ഇണ്ടും ഞങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ബച്ച കൊണ്ട് അങ്ങ ഖുറാഫിങ്ങളെ എന്ത് ചൊന്നും കേക്കല തീരാ പാടില്ല. ഞങ്ങൾക്ക് ഒന്നല്ല ഒരു രീതിയിൽ ദാവത്തെത്ത് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ ഈ എല്ലാ സന്ദർഭത്തിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സബർ എടുത്തെത്തി. ഫുഡു അള്ളാഹ് നല്ലതാ ഫുഡ് കൊടുത്തോ ഇന്ത യാ മൂസ ഞങ്ങൾക്ക് ബച്ച വെയ്ത്തും ആകാശ അള്ളാഹ് ഇറക്കത്തിന് അങ്ങ് ധിക്കരിക്കരേ.
അങ്ങ് ബച്ചി വൈത്ത് പോലെ പിന്നെ നമുക്ക് വേറൊന്നും നീ റെഡിയാക്കി താണ്ട. അപ്പൊ എല്ലാ സന്ദർഭത്തിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമർ സബറു, ഫിറൗന്റെ എതിരെടുത്ത സബറു, സാഹിരിങ്ങ ആ മജീഷ്യൻസ് അകൽ എതിരെടുത്ത സബറു, അള്ളാഹുവിന്റെ മേലുള്ള ഭരവസെ, അള്ളാഹുവിന്റെ മേലുള്ള തവക്കലു. ഇത് ഒരിക്കലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആവട്ടു പിന്നെ ഏത് നബിമാരും കൈവിട്ടിട്ടില്ലേണ്ടായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൽ പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് ಬಂದ നബി ഈസ അലൈഹി എന്തെല്ല കഷ്ടം, എത്ര ഇതും ബനു ഇസ്രായേൽ കൂട്ടക്കാർ. അതേപോലെ അണ്ടത്തെ ആ അയാൾ എതിർത്തത് ആ കൂട്ടി എവിടുത്തോ ചൊന്നേ ഓടുപാട്ടി അയാൾ കൊല്ലുക നോക്കിയാർ, അറസ്റ്റ് ആക്കിയാർ, അദാബ് കൊടുത്താർ. ആ എങ്കിൽ അള്ളാഹു അയാളെ ഉയർത്തിനവിടുത്തോലും അയാൾ ഈ ഭൂമിയിൽ ആ കഷ്ടത്തിൽ എതിർത്തിട്ട് സബർ കൈകൊണ്ടിത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ അതിൽ പിന്നെ എത്തിക്കൽ അള്ളാഹു അയാളെ പിന്നെ ഈ ദുനിയാവര് ചൊന്തു ബച്ചവാക്കിയ ചൊല്ലുന്നതാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുക്മായി തിക്കർ നിങ്ങ ഉലുൽ അസ്മു സബർ എടുത്ത പോലെ പിന്നെ എന്താ കൊണ്ടിങ്ങ നിങ്ങൾ സബർ എടുക്കൊരു. അതിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നായി തിക്കറുണ്ടായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാവും. അതിൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യതീം അല്ലേ, പാവ അല്ലേ, അവിടെ ആറ് നോക്കിക്കൊണ്ടിരുന്നേ അബ്ബമില്ലേ കൂട്ടുകാര്. അതിൽ പിന്നെ അത്തരൊരു എന്തൊരു ചൊല്ലേ അങ്ങനത്തെ അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബർ എടുത്തു. ആറ് സ്വന്ത ഖുറൈശിങ് ഏതെല്ല പേര് വിളിക്കാത്തങ്ങ എന്തെല്ലാം അടങ്ങിയ ആറ് അമീൻ സാദിഖ് എവിടുത്തോളൂ ദാവത്ത് തൗഹീദിಗೆ ബിൽക്കിലോടുത്തു. അതിൽ പിന്നെ ഓണാവൻ ഇയാൾ സമിൽ ഇയാൾ അങ്ങനെ ഇയാളിങ്ങനെ ഞങ്ങളെ നീന് ഭിന്ന ഇവിടെ ഞങ്ങൾ നടു നീ ഫിത്തനാക്കി, ഞങ്ങളെ ಹಿರಿಯങ്ങളെ നീ ദൂരെ, ഞങ്ങളെ ഔലിയാക്കന്മാരെ നീ പറഞ്ഞ് എന്തെല്ലാം ആരോപിട്ടാറ്. മനസ്സിലാക്കും. ഞാൻ ചൊല്ലിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കഷ്ടം ഏത് സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ 13 വർഷത്തെ മക്കത്തെ ജീവനം നീ എടുത്തു നോക്കൂ. എപ്പ അങ്ങ ഒരു സുഖ ചൊന്തു കൊടുത്തെ ഈ തൗഹീദിಗೆ വിളിച്ചപ്പ ലാസ്റ്റിಗೆ ഷേബ അബി താലിബിന് ദിഗ്ബന്ധന 2 വർഷം. അല്ലാഹു അക്ബർ. എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്റെ ഇല്ല, ഫുഡില്ല, തന്നില്ല. 2 വർഷം അങ്ങലൊട്ടിയെ ചെയ്യിച്ചതായ സ്വഹാബാക്കന്മാർ. ഒരു സ്വഹാബി ചൊല്ലു പൈച്ച് ലാസ്റ്റ് ഒരു ജാവ് നാ ഇങ്ങനെ തൊടുമുത്ത് ചിമ്മൽ തൊടും യന്ത്രമായ കൈ കിട്ടിത്ത് നാനെടുത്ത് ബായി കിട്ട ಇಂಡು ತೋಲ್ಪಿಡ್ಲನ್ನ ಕದಿಂದ್ರಿ لا حول ولا قوة إلا بالله. ചില സ്വഹാബാക്കന്മാർ റിപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്നാറ് ഇല തിണ്ടിട്ട് ലാസ്റ്റ് അങ്ങ് ടോയ്ലറ്റ് പോയിട്ട് പച്ച ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അയാളുടെ കുടുംബവും അയാളുടെ അനുയായിമാർ അയാളെ വിട്ടുകൊടുത്തില്ലേ. അല്ലാഹു അക്ബർ. സബർ അത്യന്ത ബലമായ പരീക്ഷയ്ക്ക് ഇത്തരം സഹോദരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഓക്കെ ഹിജ്റ പോയിട്ട് മദീനത്ത് അവിടെ ഒരു ഹുക്കുമത്തായിട്ട് സുഖപ്പെട്ടിട്ടുണ്ട് ഇല്ല. പിന്നെ ഒരു വർഷത്തേക്ക് മിനിമം ഒരു യുദ്ധമാണ്. ഒരു വർഷത്തിൽ 10 വർഷത്തിൽ എത്ര യുദ്ധ 6 തിങ്കൾ ഒന്നര പോലെ ചൊല്ലുന്നത്. ഇമാജിൻ ആക്കും. എന്ത് എല്ലാ മോത്തിലും അറ്റാക്ക്, എല്ലാ മോത്തിലും മുനാഫിക്ക്, എല്ലാ മോത്തിലും കുഫാറുണ്ട്, എല്ലാ റായത്തും പോയിട്ട് ചില മോത്തുക്ക് പോയി തങ്ങളെ അറ്റാക്ക് ആക്കുന്ന അടുക്കേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ടില്ല സുഖപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. ഇടീ ദാവത്തിന് പ്രതി ഒരു ഘട്ടത്തിലും മക്കത്താവട്ടും മദീനത്താവട്ടും സബറും ഭരവസും തവക്കലും അള്ളാഹുവിന്റെ മേലുള്ള ഈമാനൈത്തി ചെയ്യിച്ചല്ലാണ്ട് ഒരിക്കലും ഞങ്ങളെ കണക്കൽ എന്തായിട്ടില്ല സുഖ ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടില്ല. അല്ലാഹു അക്ബർ. എവിടുത്തോ ചൊന്ന വഫാത്ത് ആമത്തുകൂ തന്റെ പടയങ്കി യഹൂദർ മുട്ട പടയെ വെച്ചിട്ട് കാസെടുത്ത അവസ്ഥ എത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവും. ആയിഷ അല്ലെ പെഞ്ഞാമാരോട്ട് പന്തി കേട്ടോണ്ട് എന്തുണ്ട് തിന്നകൂ എന്തില്ല യാ റസൂലല്ലാഹ്. അല്ലാഹു അക്ബർ. എന്താവട്ടെ ഇന്നെങ്കിൽ വലിയ ഫുഡ് എന്തിനാ അപ്പത്തെ ഈ തവണ അതും കഴിഞ്ഞ എന്തിനാ റൊട്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉറക്ക പന്തി കേക്കൂ. ഫസ്റ്റ് പെഞ്ഞായി, രണ്ടാമത്തെ പെഞ്ഞ്, എല്ലാ പെഞ്ഞായിമാർ ഔത്തു പോയെങ്കിലും ഉറക്ക അതേ ആൻസർ, അതേ ഉത്തരം എന്തില്ല യാ റസൂലല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു ഞങ്ങൾ ഓരോർക്ക 3 തിങ്കളത്തെ മാത നോക്കൽ ചൊല്ലല്. മാത കണ്ടെത്തുണ്ട് 3 മാത ഞങ്ങൾ നോക്കി തിക്കറ ഔത്തു ഒരു തെല്ല് തീയായി തിക്കല്ല. തീ കത്തുപാട്ട് കുക്കിംഗ് ആക്കും എന്തില്ല ഉണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ഞങ്ങൾക്ക് നീ മാഫാക്ക് റബ്ബേ. ഇണ്ട് കാലി ചൊന്തു കാര്യമില്ല എൻ്റെ അവസ്ഥ. ആ എങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടു
എല്ലാ അമ്പ്യ മുർസലിങ്ങാവട്ടു സബുറെടുത്തದ ಎಲ್ಲ ಅಂಗಲ ಅನಿವಾಯಮಾರ್ಕಾವಟ್ಟು ಕಿಟ್ಟಿಯಂದ್ರೆ ಈ ಲೋಕ ಅಲ್ಲ ಪಿನಂದ್ರೆ ಕಿಟ್ಟಿಯ ಪರಲೋಕ ಐತಿ. ಅಪ್ಪ ಸಬುರು ತವಕ್ಕಲು ಭರವಸೆ ಈಮಾನು ಕೊಂಡುತ್ತು ನಂಗೆ ಉದ್ದೇಶಿಕೊಂಡು ಎಂದರೆ ആഖിറത്തിൽ നമുക്ക് സ്വർഗ്ഗം എത്തിക്കും. അതോട് കൂടിയിട്ട് ദുനിയാവിൽ നമുക്ക് ഒന്നല്ല ഒരു നാല് റബ്ബർ തേരു കാട്ടു ചൊന്തല ഭരവസ വേണു ലാശക് മാത്ര ഈമാನು ಕೊಂಡುತ್ತು ಸಬರು ಕೊಂಡುತ್ತು ഞങ്ങളെ വിശ്വാസ ಕೊಂಡುತ್ತು അമൽ ಕೊಂಡುತ್ತು ಪ್ರತಿಯೊಂದು ನಂಗೆ ಅಲ್ಲಾಹ್ ನಿಂತ ನಂಗೆ ಎಂದ್ರೆ ಪ್ರತೀಕ್ಷಿಕಂಡೆ ಎಂದ್ರೆ ಪ್ರತೀಕ್ಷಿಕಂಡೆ സ്വർഗ്ഗ എത്തിക്കുന്ന സഹോദരന്മാർ ഞങ്ങൾ ദുആർ കൊണ്ട് റബ്ബുറട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാവട്ടു അത് സ്വഹാബാക്കന്മാരെ കുറേ ചരിത്രം ഉണ്ടായിരിക്കാതിപ്പ ടൈം മെയ്യാവില്ല ഇൻഷാല്ല എന്നൊരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ആ ഒരു ഉണ്ടെങ്കിൽ ഇതൊരു സെക്കൻഡ് പാർട്ട് ആക്കാം, ഇല്ല ഇത് ഇൻഷാല്ല ഇത് മെയ്യാവും. അപ്പം ನಾ ಚೊಲ್ರೆ ಪ್ರತಿ ನಬಿಮಾರ ಜೀವನದಲ್ಲೂ ಸಬರು ಅತ್ಯಂತ ಪ್ರಾಮುಖ್ಯമായ ഒരു ഭാഗം ഒരു അമൽ ഒരു ഗുണ ಐತಿ. അത് മോമിനിങ്ങൾ ഏത് സന്ദർഭത്തിലും നീ എടുത്തു നോക്കൂ. പിന്നെ ഇന്നല്ലാഹ മഅസ്സാബിരീൻ ഏത് സന്ദർഭത്തിലുള്ള പിന്നെ ഖുർആനിൽ ചൊന്നതൈತಿ ഏത് സന്ദർഭത്തിലും നിങ്ങൾ സബർ എടുക്കൊരു ചൊന്തു അവിടുത്തെ ചൊന്തു അപ്പ തിരിഞ്ഞ് നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. എത്രേ മോത്ത് സബറുടെ വിഷയത്തിൽ അള്ളാഹുടെ ആജ്ഞ നിങ്ങൾക്ക് കാണും, അള്ളാഹുടെ ഹുക്കുമ കാണും. ആ സബറ് ചൊല്ലത് സബറ് ഞങ്ങൾ എടുക്കുന്ന ഞങ്ങൾ ഔദാരി അല്ല ഞങ്ങാക്കര ബെല്ല ഹിദ്മത്തല്ല പിന്നെ കഡ്ഡായത്തിക്കരുത്. ഉമ്മബര വിഷയത്തിൽ സബറു അല്ലേ എത്രേ കൊടുത്തേ പിന്നെന്തൂറ് അവൻ പെഞ്ഞായ മക്കളെ നോക്കൂലേ ഞങ്ങൾ നോക്കൂ ഞങ്ങൾക്കെല്ലാം ഞങ്ങായിട്ടുണ്ടുള്ള എങ്കിലും വ്യാരങ്ങളൊട്ടിയ ദൂരം എങ്കിലും ഞങ്ങൾ എന്താക്കണോ ഞങ്ങൾ സബർ എടുക്കണം. അങ്ങ ചൊല്ലകൈത്ത ചൊല്ലാണ്ടിക്കോകൈത്ത അല്ല ഞങ്ങൾ അങ്ങനെ ഹിദ്മത്താക്കരുത്. കാരണം റബ്ബുറ ഹുക്കുമൈത്തിക്കരുത്. പെഞ്ഞായ മക്ക ഞങ്ങൾ കഷ്ടബಂತ ഞങ്ങൾ നയിച്ചത് കൊടുക്കരുത്. അതും ഞങ്ങൾ എന്തരല്ല ഞങ്ങൾ ആക്കര വിശേഷ ഹിദ്മത്തല്ല ഞങ്ങൾ ഡ്യൂട്ടി ಐತಿക്കരുത്. കാരണം ആ കുടുംബಗಳು ഞങ്ങൾ സുഖപ്പെട്ട ആ കുടുംബത്തെ നോക്കിയിട്ട് ആ നോക്കലുള്ള ഇബാദത്തുണ്ടെങ്കിൽ അത് മൂലക നാലുക ഞങ്ങൾക്ക് എന്തരാവും ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും. അങ്ങനെ പ്രതി വിഷയത്തിലും ഈമാന്റെ പിടിച്ച് അമലിനെ പിടിച്ചിട്ട് ಪ್ರತಿ ಒಂದು ಸಂದರ್ಭದಲ್ಲೂ ഞങ്ങളെ തവക്കുലാവട്ടു ഭരവസാവട്ടു സബറാവട്ടു ഇതെല്ലാം ಇದರ ബദൽക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടേ അള്ളാഹുടെ റിദ അള്ളാഹു രാജിയാവും, അള്ളാഹു സന്തോഷപ്പെടും, അള്ളാഹു ಖುಷಿപ്പെടും ഉണ്ടായിത്തിക്കും. ഇതിന് ഞങ്ങൾക്ക് നബിമാരെ ഉദാഹരണം ഉണ്ട്, സ്വഹാബാക്കന്മാരെ കുറേ ഉദാഹരണം. യാസർ റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ സ്വഹാബാക്കന്മാർ നിങ്ങൾ ചരിത്രത്തെ നോക്കൂ. എത്രമാ സന്ദർഭത്തിൽ പെണ്ണുങ്ങളെ സ്വഹാബി പെണ്ണുങ്ങളെ ഉദാഹരണം എടുത്ത് നോക്കൂ. ഇസ്ലാം ಬೇಡಿತು ഈമാൻ ಬೇಡಿತು പൈച്ച് തങ്ങ ദാവത്തും അതേപോലെ ഈമാൻ ഇസ്ലാം അമല് അങ്ങ പൊട്ടുത്തില്ല. ഇങ്ങനെ സബറ് കൈകൊടുത്തു അള്ളാഹുവിന്റെ മേലുള്ള ഭരവസയോട് കൂടിത്തി ഈമാനോട് കൂടിത്തി ഇസ്ലാമു ഈമാൻ ഞങ്ങ കൽബ് കൊണ്ടുത്തു സ്വീകരിച്ചിട്ട് അമലാക്കിത്ത് അള്ളാഹുടെ ഇബാദത്തോട് കൂടി ചെയ്യിച്ചിട്ട് അതേ ഇബാദത്ത് ഈമാനു കൂടെ മറിക്കണം. റബ്ബ് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നബിമാരും അതേപോലെ അങ്ങനെ അങ്ങനെ അനുയായിമാരും എടുത്തതായ അതുപോലത്തെ സബറ് കൈകളിലും പ്രതി സന്ദർഭത്തിലും സബറ് എവിടെ എപ്പ എങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സബറ് കൈകളിലും അള്ളാഹുടെ മേലുള്ള ഭരവസയോട് കൂടി ചെയ്യിച്ച് മറിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷത്തെ വിട്ടുപുറത്ത് മാഫാക്കട്ടെ. ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെ മക്കൾ എല്ലായിടത്തെ മുസീബത്തിൽ തൊട്ടിട്ടു റബ്ബ് ഞങ്ങളെ സലാമത്താക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.